കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ വെടിയാണെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം പെന്തിക്കോസിന്റെ ആരംഭം കുറിച്ച പല സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലമാണ് വെടിയാർ. വിശേഷിച്ച് പല ഭവനങ്ങളുണ്ട്. എനിക്ക് കുറച്ചുകൂടെ അടുപ്പം നെടുങ്കണ്ടത്തിലെ ഭവനത്തിലുള്ള പല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജയശ്യാം വീട് മാസ്റ്റർ ഇല്ലയോ, അവരൊക്കെ പഴയ ആൾക്കാരെ, അമ്പേറി ചാക്കോച്ചാന്റെ ആ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർ ഈ വേലയ്ക്ക് സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. പിന്നെ ഇപ്പം വെട്ടിയാണെന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഞെട്ടുകയും കൂടെ ചെയ്യും. അതിന് വേറൊരു കാര്യമുണ്ട്. ശിവപ്രാസന്റെ അറിയാം, അത് പൊതുവിൽ പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇവിടെ അടുത്ത നമ്മുടെ ഒരു മാന്യ സഹോദരനോട് വേറൊരാൾ പുസ്തകം പറഞ്ഞത് ഞാൻ എതിര് കാണിച്ചത് കൊണ്ടാണ്. വേറൊരുത്തിന് വേണ്ടി ഇച്ചിരി പൈസ മേടിച്ചു കൊടുത്തു. അവൻ അവസാനം ചോദിച്ചു തന്നതിന് തെളിവുണ്ടോന്ന്. അത് നമ്മുടെ നെഞ്ചത്താണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയാം, ആർക്കും ജാമ്യം നിൽക്കരുത്. അല്ല, പുസ്തകത്തിലെ വാക്യം അതാ വാക്യം. ഞാനത് തെറ്റിച്ചു. കട്ടതയും ദുരിതവും പറഞ്ഞപ്പം മേടിച്ചു കൊടുത്ത ആളെ ഞാൻ അവരെ അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു തന്നതിന് തെളിവുണ്ടോന്ന്. ദൈവമേ, പിന്നെ കയറിക്കൊണ്ട് അളിയാ വഴക്കുണ്ടോന്ന് ചോദിച്ചതുപോലെ ഞാൻ പറഞ്ഞ എന്നാലാവും ഇത് ഞാനും ചെയ്യാം, അല്ലാതെ എന്നെ ചെയ്യാൻ. അതുകൊണ്ട് ദൈവനാമത്തിൽ നിങ്ങളോട് പറയാ, ഒരു ഉത്തരത്തിൽ ജാമ്യം നിൽക്കരുത്. ഇപ്പൊ അത്രയോ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി അവസരം കിട്ടുന്ന പറയാം. ഈ ദേശത്തുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കരുത്. എത്ര രൂപയാണ് കൊടുത്തത്, ഞാൻ എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്യും. നിങ്ങൾ കൊടുക്കുമോ? ഇല്ലല്ലോ. മകനം കേട്ടോണ്ട് ആടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മോളെ പേരെന്തുവാ? വായിച്ചേ. യഹോവയുടെ ശബ്ദം മരുഭൂമിയിൽ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയിൽ നടക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. മരണകാരി മകതുരജീർണ മരണകാരി മകതുരജീർണ കടലിലും കണ്ടിന മനുകാരോ പൂരാ കടലേ കടലിലും കണ്ടിന മനുകാരോ പൂരാ കടലേ പൂരാ കടലേ
തിന്നുന്ന തവിട് പുലിച്ച നിയമകാലങ്ങൾ മറന്നുപോയി സാധു. പന്നികൾ തിന്നുന്ന തവിട് പുലിച്ച നിയമകാലങ്ങൾ മറന്നുപോയി സാധു. പന്നികൾ തിന്നുന്ന തവിട് പുലിച്ച നിയമകാലങ്ങൾ മറന്നുപോയി സാധു. പലവരെ തിരുമേജയിൽ നിന്നു സ്വർണ്ണജല ഭോജനം കരളിയുഗതിന മനുകാരുണ്യ പൂരാകരേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം. വായിച്ച തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി മോളെ വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. വളരെ പരിചിതമായ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴാണ് യോഗം നടത്താൻ പ്രശ്നം? ഞാൻ തീരുന്നത് വരാനോ? നീ ഇടയ്ക്ക് എന്നോട് കയറി പറഞ്ഞേക്കരുത്. ഞാൻ മാന്യമായിട്ട് ചോദിച്ചതാ തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് വായിച്ചത് 29-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യമാണ്. മോളൊന്നുകൂടെ വായിച്ചു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഇവിടെ ആദരണീയ കർത്തദാസൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആ വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ വായിച്ചത്. വിശേഷിച്ച്
കൺവെൻഷൻ വേദികളിലൊക്കെ അഭിഷിക്ത ദാസന്മാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുമ്പോൾ സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിക്കുന്ന പലരുണ്ട്. അതറിയാതെ പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. വെളിമുറയ്ക്കും ഇല്ലാതെയും വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. എന്നാൽ ദൈവദാസന്മാരിൽ പലരും സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കും. ആദരണീയ കർത്തദാസനെ ഓർപ്പിച്ചല്ലോ, പ്രാർത്ഥിച്ചല്ലോ. ദൈവമേ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അവിടുത്തെ അരുളപ്പാട് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണം. മരുഭൂമിയെ നടക്കുന്ന ശബ്ദം, മരത്തിന്റെ തോൽപ്പിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം, ഇങ്ങനെയൊക്കെ ഉച്ചസ്ഥലം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി അതുകൊണ്ട് ആ വാക്യത്തിൽ ചില കാര്യങ്ങൾ നമുക്കെല്ലാം അറിവുള്ള വാക്യമെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കും. ഈ വിശുദ്ധ തിരുവെഴുത്ത് 66 പുസ്തകമാണ്. നിങ്ങൾക്കറിയാം. ഇത് ആദ്യ ദിവസം യോഗമായതുകൊണ്ട് ചില കാര്യങ്ങൾ മുഖവരിയായിട്ടൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. ഈ പുസ്തകം, ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് 40 എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പുസ്തകം ഇല്ലാതെ തമ്മിൽ കണ്ടിട്ടില്ല. പലരും ആശയവിനിമയങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇപ്പം ഇരുന്നെഴുതുക ഒരു പാട്ട് പാടിയാൽ നമ്മൾ അത് ചോദിക്കുമ്പം പാട്ട് പാടുന്ന കണ്ടില്ല. കോവിഡിന്റെ സമയത്ത് എല്ലായിടത്തും എല്ലാ രാജ്യത്തിലും പാടുക, ഓരോ തല കാണാം. സ്തോത്രം. പ്രസംഗിക്കുകയല്ല, അങ്ങനത്തെ ഒരു സാഹചര്യമായി തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചപ്പാത്തി ആയിട്ട് തള്ള വരികയും ചെയ്തു. വേറെ തള്ള വന്ന ചരിത്രം ഞാൻ പൊതുവെ പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളൊത്തിരി സാധ്യതകൾ ഇപ്പോ ഉണ്ട്. കുഴപ്പമുണ്ടോ? ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, അന്ന് ഈ പറയപ്പെട്ട ഒരു സാധ്യതകളുമില്ല. ഇതുപോലെ വാർത്താവിനിമയ സാധ്യതകളോ അന്തരീക്ഷങ്ങളോ ഒന്നുമല്ല ആർക്കും തമ്മിൽ കാണാനൊക്കത്തില്ല. ആശയവിനിമയങ്ങളും നടത്താൻ ഒക്കുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് 40 എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഈ പുസ്തകം, സത്യവേദ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. മറ്റു പുസ്തകങ്ങളൊക്കെ പലതും ഒരാളിരുന്ന് എഴുതിയതാ, അല്ലെ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതാ. എഴുതാൻ ആളുണ്ട്. ഇത് ഒരാൾ എഴുതിയതല്ല, ഏതാണ്ട് 40 എഴുത്തുകാരാ ഇത് എഴുതിയത്. അത് 1, 2, 10 കൊല്ലം കൊണ്ട് എഴുതിയതില്ല, ഒരായുസ് കൊണ്ട് എഴുതി തീർന്നതുമല്ല. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് അങ്ങനെ എഴുതിയ ഈ ശ്രേഷ്ഠമേറിയ പുസ്തകം, ഇതിന്റെ പേരാ സത്യവേദ പുസ്തകം. ഇതാണ് സത്യവേദ പുസ്തകം. പുരാണം പഠിച്ചിട്ടുള്ളവർക്കും പഴയ ആൾക്കാർക്ക് അറിയാം, 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങളെന്ന വാര്യര് ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. കുചേരവൃത്തത്തിനകത്ത് 4 വേദം അതുകൊണ്ടായതുകൊണ്ട് 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ. അപ്പോൾ 4 വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, മാർക്കണ്ഡേയ പുരാണം, സ്കന്ദ പുരാണം, പുരാണങ്ങളും ഉണ്ട്. അപ്പോൾ എത്രയും ആയിക്കോട്ടെ, എതിർക്കുന്നില്ല, ഉടക്കുന്നില്ല. പക്ഷേ ഈ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. ഇത് എടുത്തത് തന്നെ വലിയ മഹാഭാഗ്യം. ഇത് എടുക്കേണ്ടതുപോലെ എടുത്തവർക്കാണ് അത് വലിയ അനുഗ്രഹവും. എല്ലാവരും ഞാൻ എടുക്കരുത്. സ്തോത്രം. ഞാനും 50 കൊല്ലമായിട്ട് എടുത്തുകൊണ്ട് പറ്റിയ ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത, എഴുതിയതൊന്നും പിന്നെ തിരുത്തി എഴുതേണ്ടി വന്നിട്ടില്ല. അതായത് ഇതിന്റെ വേറൊരു വിശേഷത. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമോളെ. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏകവചനമാ ആദിയിൽ ദൈവം. യാക്കോബൊക്കെ പറഞ്ഞ ഭാഗം നിങ്ങൾക്കറിയാം. ദൈവം ഏകനല്ലോ, പിശാചുക്കളെ വിശ്വസിക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു ദൈവം ഏകവചനമാണ്. അത് തന്നെ വെളിപ്പാടിൽ പറഞ്ഞിട്ടുണ്ട്, തിരുത്തണ്ടി വന്നിട്ടില്ല.
അയ്യോ അന്ന് അതുങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞുകൊണ്ട് പറഞ്ഞ അന്ന പിന്നെ തിരുത്തിക്കോ. അങ്ങനെ തിരുത്തേണ്ട ഗതികേടി പുസ്തകത്തിന് വന്നിട്ടില്ല. ഉൽപ്പത്തിയിൽ അബദ്ധമെല്ലാം പറഞ്ഞു, വെളിപ്പാടി വന്നപ്പോൾ അത് ക്ലിയർ ആക്കി. അങ്ങനല്ല, ഉൽപ്പത്തി പറഞ്ഞത് തന്നെ വെളിപ്പാട്. ഏകദൈവം അതിനൊന്നും മാറ്റം വരാൻ ഇടയാക്കിയിട്ടില്ല. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചെന്ന അന്ന് പോലെ ഇന്ന് വരെ അങ്ങനെ തന്നെയാ. അല്ല, ഇടയ്ക്ക് കയറി ഒരാൾ ഇച്ചിരി സൃഷ്ടിച്ചേച്ച് പുള്ളി പോയി, ഈ ഏരിയ അത് പുള്ളി സൃഷ്ടിച്ചേച്ച് പോയതാ. ഇടയ്ക്ക് കയറി ആരും കിട്ടിച്ചുമില്ല, കിട്ടിച്ച ആൾ തൊക്കുകയില്ല. ദൈവത്തിന്റെ മഹത്വം. ഇത് മുഴുവൻ സൃഷ്ടിച്ചവൻ ദൈവമാണ്. വായിച്ച നമ്മളെ വെളിപ്പാട് 4:11 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. വെളിപ്പാട് 4:11 ചടികടാന്ന് വായിക്കണം. രണ്ടുപേരും ചടികടാന്ന് വായിക്കും. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും മുഴുവൻ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാ. ഈ കാണുന്ന സകല ജരാചരങ്ങളെ അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടികാണ്ടത്തെയും ഈ നക്ഷത്ര കൂട്ടങ്ങളെയും ഗാലക്സികളല്ലേ, കോടിക്കോടി നക്ഷത്രങ്ങളാ. ഇതെല്ലാം മാറി മാറിയിട്ടിരിക്കുക ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാ. ഈ കാണുന്ന സകല ഭൂചര കേന്ദ്ര വസ്തുക്കളെയും സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെന്ന് പറഞ്ഞ വാക്കിന് മന്നവൻ വാക്ക് മൂലം വന്ന് നിനക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയതാ. അന്ന് എന്റെ തെറ്റാ. മന്നവൻ വാക്ക് മൂലം വന്ന് വർണ്ണ ജ്യോതിർഗണങ്ങളിന്നു ആകാശത്തപ്പ ഭിന്നവൻ മുഖവന്നു ഭൂജന പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല ഭൂജന പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല ഭോജനങ്ങളും അപ്പൊടുത്ത് ഉടനായി അറിയിച്ചു നായകനെ ഇതൊരല്ലകൾ ഇലയായി തന്നെയും അല്ല പണങ്ങളൊക്കെ മൃഗങ്ങൾ നാട്ടിലെ വനങ്ങളൊക്കെ കണ്ടു മൃഗങ്ങൾ നാട്ടിലെ മൃഗജനങ്ങൾ കൂടത്തിൽ മൃഗങ്ങളൊക്കെ കണ്ടു മലങ്ങളും മൃഗങ്ങളും മൃഗങ്ങൾ പല മൃഗങ്ങൾക്ക് തുടരും പറ്റി നിങ്ങൾ ഭൂമികൾ നിന്ന് മൃഗങ്ങൾ പല വൃക്ഷാധികങ്ങൾക്ക് തുടരും പറ്റി നിങ്ങൾ ഭൂമികൾ വെള്ളങ്ങളിൽ വധിക്കാൻ പരമേശന്താൻ വെള്ളങ്ങളിൽ വധിക്കാൻ വെള്ളങ്ങളിൽ വധിക്കാൻ പരമേശന്താൻ വെള്ളങ്ങളിൽ വധിക്കാൻ അതിന്റെ ജഗന്നാരി പരമവർഗ പൂരിതമാകത് ചിത്രമതാമൊരു തോട്ടം കാമച്ചാതികൾ പൂരിതമാകത് ചിത്രമതാമൊരു തോട്ടം കാമച്ചാതികൾ പൂരിതമാകത് ചിത്രമതാമൊരു തോട്ടം നിങ്ങൾ ദൂരിത ദുഃഖമിരുത്തിയവർക്കൊരു മാറ്റം പല വിധത്തിൽ ദൂരിത ദുഃഖമിരുത്തിയവർക്കൊരു മാറ്റം പല വിധം ദിവ്യോചിതമൊന്നു കൊടുത്തിത് കൽപ്പന സേട്ടം കണ്ണി ഉദിപ്പാനോ അരുതം അറിവിൻ പരമാകത് നിൽക്കം ആറോത്തും തൊന്നാൻ വരുന്ന മരണമങ്ങളോട് നിൽക്കമില്ല നിങ്ങരുതണ നിങ്ങളും പരമുഖത്തവരോട് മരണമങ്ങളോട് നിൽക്കമില്ല നിങ്ങളും പരമുഖത്തവരോട്
വെള്ളങ്ങളിൽ നീരിൽ വധിച്ചാൽ പാദമേശത്താൽ വെള്ളങ്ങളിൽ നീരിൽ വധിച്ചാൽ അപ്പൊ ശ്രദ്ധിക്കില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെളിപ്പാടിലും അല്ലെങ്കിൽ ഒടുവിലത്തെ പുസ്തകങ്ങളിൽ വന്നപ്പോൾ തിരുത്തേണ്ട കാര്യമില്ല. ഇത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണ്. സ്തോത്രം. അതാ വെളിപ്പാട് പുസ്തകത്തിലും അങ്ങനെ തന്നെ പറഞ്ഞത്. ഉൽപ്പത്തിയിൽ വായിക്കുക, വാടക വായിച്ച ഒന്നുകൂടെ വായിച്ച ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ബൈബിളെല്ലാം കീറിയിരിക്കുന്നത് മോഡ ബൈബിളാണോ? പുതിയ ബൈബിളൊന്നും മേടിക്കാന്നില്ലേ? വായിച്ച് കീറിയതാണോ എടുക്കാതെ കീറിയതാണോ? മോള് വായിക്കേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശ്രദ്ധിച്ചോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏതാണ്ട് 1600 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് തന്നെ പറഞ്ഞേക്കുന്നത്. വായിക്കും വെളിപ്പാട് 4:11 മുമ്പേ വായിച്ചതല്ലേ? കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യം 1600 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരുത്തേണ്ട ഗതികാടി പുസ്തകത്തിൽ വന്നിട്ട് ഇതുപോലെ ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകം, ഇതുപോലെ മഹത്വകരമായ ഒരു പുസ്തകം, ഇത് ചെന്ന് കയറിയ ദേശത്തിനെല്ലാം വിടുതലാ, ഇത് വന്നു കയറിയ വീടിനെല്ലാം വിടുതലാ, ഇത് എടുത്തവർക്കെല്ലാം അനുഗ്രഹമാ. ദൈവത്തിന്റെ മഹത്വം എടുത്തവർക്ക് അനുഗ്രഹം. ഇതെടുക്കേണ്ടത് പോലെ എടുത്തവരെല്ലാം വിടുതലുമാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമായി പുസ്തകം. ദൈവത്തിന്റെ മഹത്വം അത് വിസ്തരിക്കുന്നില്ല. 66 പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, ഇതുപോലെ വേറൊരു പുസ്തകമില്ല. ദൈവത്തിന് മഹത്വം വിസ്തരിക്കുന്നില്ല അധികം. അങ്ങനെ ഉള്ള ഈ മഹനീയ പുസ്തകത്തിൽ പല ഭാഗങ്ങളാണ്. മോശയുടെ പഞ്ചഗ്രന്ഥം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. പിന്നീട് ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ. പിന്നെ സംഗീത പുസ്തകങ്ങളാണ്. അത് നിങ്ങൾക്ക് അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാണ്. പിന്നെ പഴയ നിയമത്തിൽ പ്രവചന പുസ്തകങ്ങളാണ്. യെശയ്യാ പ്രവചനം മുതൽ മലാക്കി പ്രവചനം വരെയുള്ളതായ പ്രവചന പുസ്തകം. അങ്ങനെയാണ് പഴയ നിയമം 39 പുസ്തകം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. ചെറുശ്ശേരിയുടെ കൃഷ്ണനാഥയുടെ ടൂറാണ്. പിന്നെ വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാടിയതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. പാടിയതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളെങ്ങുണ്ടതില്ലാതെ ഉണ്ടറൂപ ഉണ്ടതില്ലാതെ ഉണ്ടറൂപത്താറ് പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെ ഉള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേഖ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേഖ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഇങ്ങനെ പാടിയാൽ നിങ്ങൾ പറയുമോ കുഴപ്പമില്ല, മുഴുവൻ അങ്ങ് പാട്ടായിരുന്നു. വചനമൊന്നും പുള്ളി പൊട്ടായി പാടുന്നതിനകത്ത് വചനം പാടി. പഴയ പാട്ടുകളെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതിനകത്തെല്ലാം വചനമാണ്. തിരിച്ചറിയണമെന്നേ ഉള്ളൂ. അതെ, അതുകൊണ്ട് നിങ്ങളെയും കൂടെ ചിലരെ കണക്കിലെടുക്കുക. ദൈവത്തിന് മഹത്വം. ഇതുപോലെ ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകം. അങ്ങനെ പഴയ നിയമം മലാക്കി പ്രവചനം കൊണ്ട് അവസാനിക്കുക. പുതിയ നിയമത്തിൽ, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കാര്യമാണ്.
തുടക്കത്തിലെ കർത്താവിനെ പരാമർശിച്ചുകൊണ്ടാണ് ആദ്യത്തെ 4 സുവിശേഷ പുസ്തകം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്താ സുവിശേഷം? അത് യേശുക്രിസ്തുവാണ്. മതം മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, ആളെ കൂട്ടുകയും പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആളും ഓളവും ബഹളവും മേളവും അല്ല. ഇത് സുവിശേഷം. ആ സുവിശേഷം അവൻ സഭ മാറുകയല്ല, അവൻ മതം മാറ്റുകയല്ല, അവൻ സ്തോത്രം ആൾക്കാരെ കണ്ണും കയ്യും കാണിച്ച് മോഹനവാഗ്ദാനം കൊടുത്തതിനകത്തോ അങ്ങനൊന്നും ഞങ്ങൾ ചേർക്കത്തില്ല. അവൻ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ സുവിശേഷമാണ്. സുവിശേഷം മറ്റൊന്നുമല്ല, നസറേയനാകുന്ന യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളി. അതാണ് സുവിശേഷം. ആ സുവിശേഷമാ ഇവിടെ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് അനുവദിച്ചാൽ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ആളായിട്ട് എനിക്കും വരുവാൻ ദൈവം കൃപ നൽകി. ഇന്ന് രാത്രി കേൾവിക്കാരാകുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സുവിശേഷം കേൾക്കുന്ന സമീപവാസികൾ, ദേശവാസികൾ, ബഹുമാനരായ പ്രിയപ്പെട്ടവര്, ഇത് കേൾക്കുന്നത് അനുഗ്രഹമാ, ഇത് ശ്രദ്ധിക്കുന്നത് അനുഗ്രഹമാ, അവൻ ഇത് അംഗീകരിക്കുന്നത് അനുഗ്രഹമാ. ഇത് അംഗീകരിച്ചും ശ്രദ്ധിച്ചും കേട്ടവർക്കാർക്കും ദോഷമൊന്നും വന്നിട്ടില്ല, വരത്തുമില്ല. തിരുവചനം പഠിപ്പിക്കുന്നത് യഹോവയുടെ ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പോരാ, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ പകത്തിൽ നിന്നും പകൽ പകക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിലും ദൈവം നിന്നെ വിടുവിക്കും. ഉറപ്പിച്ചും നിറപ്പിച്ചും പറയാ, ഒരു ആവിചാരവും നിന്നെ കേൾക്കത്തില്ല, ക്ഷുദ്രവും നിൽക്കത്തില്ല, ഒരു മന്ത്രവാദവും വലിക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞു ഒരു അറബിക്കെട്ട് മേഖലയുടെ ദൈവമക്കളെ ആത്മാവിൽ അങ്ങോട്ട് പറഞ്ഞ് കുഴങ്കാലമടക്കി പാട്ട് പാടി ആത്മാവ് പറഞ്ഞ് മറുഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല കെട്ടും പൊട്ടും അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി പന്തലിൽ നിൽക്കുന്നത്. ആരാധനയുടെ മഹത്വം കണ്ടവരും ആരാധനയുടെ ജയം കണ്ടവരും ആരാധിച്ച് വിടുതലെടുത്തവരും നോക്കിയ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സിദ്ധഭാഗ ആൾക്കാർ. അതുകൊണ്ട് നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതെ, ഞാൻ സമയത്ത് കൂടെ ഭയപ്പെടുന്ന എത്ര വേണേലും എടുത്തോളാം പറഞ്ഞതുകൊണ്ട് അങ്ങ് പോവുക. കർത്താവിന്റെ മഹത്വം. പിന്നെ എന്റെ പരുവത്തിന് ഞാൻ നിർത്താം, നോക്കട്ടെ. ജമ്മൽവാസിരിക്കുന്ന ഞാൻ കണ്ടു. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. എല്ലാ കർത്തൃദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശ്രേഷ്ഠമേറിയ പുസ്തകം, ഇതിന്റെ നടുഭാഗമാണ് സങ്കീർത്തനം. 180 സങ്കീർത്തനം. ഞാനെപ്പോഴും പറയും, ദൈവമക്കളുടെ ഒട്ടുമിക്ക ശുശ്രൂഷകളിൽ സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഒരു ശവസംസ്കാരം നടക്കുന്ന സമയത്ത്, വിവാഹ ശുശ്രൂഷകളുടെ സമയത്ത്, ഭവന പ്രതിഷ്ഠയുടെ സമയത്ത്, ഒരു കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ, ഒരു യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രാർത്ഥനയിൽ എന്ന് വേണ്ട ഒട്ടുമിക്ക രംഗങ്ങളിലും മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിലും ഉപരിയായിട്ടും പെട്ടെന്നും സന്ദർഭോചിതമായിട്ടും വായിക്കാൻ പറ്റിയത് ആ സങ്കീർത്തന പുസ്തകം. ഇപ്പം വന്ന് പുതിയ ഉപദേശക്കാർ വന്ന് ഇതിപ്പം വായിപ്പിക്കുന്നില്ല. ഉപദേശമാർ മേടിച്ചോട്ട് വായിക്കുക. അതുങ്ങളും 3 കൊല്ലം എങ്ങനെയും ഇരിക്കണമല്ലോ എന്നോർത്ത് പമ്മി ഇരിക്കുക. സ്തോത്രം. കാശുള്ള അച്ചായന്റെ മോൻ ബാംഗ്ലൂർ പോയപ്പോൾ അവനെ അവിടെ നിന്ന് കൊണ്ടുവന്ന സങ്കീർത്തനം. അവിടാണല്ലോ ഇത് കൂടുതൽ ഇറക്കുന്നത്. അത് അവനിവിടെ വെട്ടിയാറിലും കൊണ്ടിറക്കി. ഇവിടെ ഇറക്കിയ നല്ല പറഞ്ഞ് പൊതുവിൽ പറയുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് മേടിച്ചിപ്പം വായിക്കുന്നില്ല. ഏത് വേണേലും വായിക്കാനാണ് പറഞ്ഞത്. വായിച്ച ഒരു കുഴപ്പമില്ല. എന്നാലും സങ്കീർത്തനം സന്ദർഭോചിതമായിട്ട് വായിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ പുസ്തകത്തിലെ ഏത് പുസ്തകത്തിൽ നിന്ന് വായിക്കാമല്ല. കാരണം എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസികളാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ വായിക്കാം, ധ്യാനിക്കാം, പറയാം, പ്രസംഗിക്കാം, ചിന്തിക്കാം, അയവറക്കാം, ഇത് കേട്ട് ആരാധിക്കാം. കാരണം എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസികളാണ്. ദൈവത്തിന് മഹത്വം. അതിന് ശക്തിയുണ്ട്. കേൾക്കുമ്പോൾ അറിയാമല്ലോ. അതെ, അങ്ങനെയുള്ള മഹനീയ പുസ്തകത്തിന്റെ നടുഭാഗത്തായി നിൽക്കുന്ന 180 സങ്കീർത്തനം 5 പുസ്തകങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുന്ന ഈ സങ്കീർത്തനത്തിന്റെ 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ വെട്ടിയാട് ക്രൂസേഡിന്റെ പ്രഥമ യോഗത്തിൽ കുടുവാക്യമായിട്ട് വായിച്ചിരിക്കുന്നത്. മോളെ ഒന്നുകൂടെ വായിച്ചു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം. ശ്രദ്ധിക്കുക, ദൈവം സംസാരിക്കുന്നത് പല നിലകളിലാണ്. നിങ്ങൾക്കറിയാം, വളരെ ശാന്തമായിട്ട് ദൈവം സംസാരിക്കും. വളരെ ശാന്തമായി. ഏലിയാവ് നിങ്ങൾക്കറിയാം, ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ വളരെ ശാന്തമായിട്ട് സാവധാനത്തിൽ, അങ്ങനെ ഞാൻ മോളെ വായിച്ചേ,
നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഭാഗം അറിയാവോ എന്ന് ഞാനൊന്ന് നോക്കാം. രണ്ടുപേരും മുന്നിലിരിക്കുക. നിങ്ങൾ വായിക്കണം, വേറെ ആരും പറഞ്ഞു കൊടുക്കരുത്. അവർക്കും അത് ഏകദേശം അറിയാമോ എന്നൊന്ന് അറിയണമല്ലോ. നിങ്ങൾ ഏത് സഭയിലാണ് കൂടുന്നത്? അവർക്കിപ്പോ സഭ ഒന്ന് വായിച്ചേ. ഈ പിള്ളേര് ഓരോരോ കളികളുണ്ട്. ക്ലൂ കൊടുക്കും. വരാം. രാജകന്മാരുടെ 1-ാം പുസ്തകം ക്ലൂ. അമ്മ എവിടെ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വേറെ വാക്യം വായിപ്പിക്കും. വാക്യം പറയാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ വേറെ വാക്യം തരാൻ പോവുക. പെട്ടെന്ന് വായിക്കുമ്പോൾ 19-ാം അധ്യായം അതിന്റെ ആ താളിങ്ങോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വെച്ചത്ത് മേളിലെ 15 എന്റെ പിള്ളേരെ യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അതാണ് എന്നോടാണ് ചോദിക്കുന്നത്. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തട്ട് കൊടുക്കും. വായിക്കുന്നു. ആ 12 മുതൽ അങ്ങോട്ട് വായിച്ചോ മോളെ. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. അയ്യോ, തീയിൽ യഹോവ ഇല്ലായിരുന്നു. ഇപ്പൊ ചില പറഞ്ഞ തീക്കകത്ത് ഉണ്ടെന്നാ. ആ തീ കത്തട്ടെ എന്നതാണ്. തീയിലില്ലായിരുന്നു. ഞങ്ങളുടെ ഒരാൾ പണ്ട് പറഞ്ഞതാ, അച്ഛാ ഇച്ചിരി ആഹാരം തരാം, എന്തുവാ ചോറും മീൻകറി. ഇവ കഴിക്കാൻ വേണ്ട. അതിനാ നാക്കെല്ലാം പൊള്ളിയിരിക്കുക. അതിനാ ഇവ കഴിഞ്ഞ ദിവസം തീയുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. എന്നെ പൊട്ടത്തലൊക്കെ വിളിച്ച് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ. കാരണം തീ അങ്ങോട്ട് സുഖനെല്ലാം നാക്കൊക്കെ ഓടിക്കുന്ന തീയാണ്. തീയുടെ ശുശ്രൂഷ നാക്കെല്ലാം പൊള്ളി. ആ തീയാണോ ഇത്? പറഞ്ഞ ആളുടെ വേറൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഇവിടെ വായിക്കുന്നത് ഭൂകമ്പം. ആ ഭൂകമ്പത്തിന് ശേഷം ഒരു തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. ആ കാണുന്ന തീയെല്ലാം ദൈവത്തിന്റെ അല്ലേ? അടുത്തത് തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. സാവധാനത്തിൽ ഒരു മൃദുസ്വരം. അപ്പോൾ ഇങ്ങനെ ദൈവം സംസാരിക്കും. സാവധാനത്തിൽ ഒരു മൃദുസ്വരം. നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടവുമല്ല, ഉണർവുമില്ല എന്നാ പറയുന്നത്. ചില പറയത്തില്ല. എനിക്കറിയാം ചില ദൈവദാസന്മാർ വളരെ നന്നായിട്ട് ശാന്തമായിട്ട് നിന്ന് വചനം പറയും. നമ്മുടെ ആൾക്കാർക്ക് താല്പര്യവുമില്ല, അത് അംഗീകരിക്കത്തില്ല. പോകുമ്പോൾ പറയുമ്പോൾ കൃപയൊന്നുമുള്ള ആളല്ല, കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അഭിഷേകമില്ലായിരുന്നു. നമുക്ക് ചിലർക്ക് കഴമ്പൊന്നും കാണുകയില്ല, ചുമ്മാ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, അലറുക, അല്ലൂരിയാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞാൻ ഇപ്പം വളർന്നിയാകുമെന്ന് ഭയങ്കര അങ്ങ് ശബ്ദം എടുക്കരുതെന്നല്ല, നമ്മളിവിടെ ഭയങ്കരമായിരുന്നു. പുള്ളി വളയുമ്പോല ശബ്ദം കേട്ടാണോ അളക്കുന്നേ? മൈക്കിന്റെ ഓളിയോ നോക്കിയാണോ കൃപ അളക്കുന്നേ? അല്ല. എനിക്കറിയാം അനേക ദൈവദാസന്മാർ ഈ സദസ്സിലുണ്ട്. ചിലര് ഉണ്ട് എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായിട്ട് അടുക്കടുക്കായിട്ട് വചനം പറയും. പക്ഷെ നമ്മുടെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഒരു കഴമ്പുമില്ല, ചുമ്മാ ബഹളം ഉണ്ടാക്കി ഭയങ്കര മറന്നിക്കോ, നിലത്ത് നിന്നിട്ടില്ല, കാലാണ്. അതിന് വേറെ ചികിത്സയുണ്ട്. അപ്പൊ ഒരു കാര്യം പറയാം, ശാന്തമായിട്ട് സാവധാനത്തിൽ ദൈവം നിന്നോട് ഇടപെടുമെന്ന്. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരും കേൾക്കുന്നവരോട് ദൈവം ശാന്തമായിട്ട് ഇടപെടും. അങ്ങനെയല്ലേ നമ്മളെ ഒന്നോട് വായിച്ചേ? ഭൂകമ്പത്തിന് ശേഷം തീയിൽ യഹോവയില്ലായിരുന്നു. അതിനുശേഷം തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. അപ്പോൾ ദൈവം ശക്തമായിട്ട് നിന്നോട് സംസാരിക്കും, ശാന്തമായിട്ട് ഇടപെടും. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം, ഒരു മന്ദസ്വരം എന്നാണ്. ആ വാക്യം വായിച്ച നമ്മൾ 26:19 ഒന്ന് വായിച്ചേ. 26:19 യോബ് തോന്നുന്നു. എനിക്ക് തെറ്റിയ സാവധാനത്തിൽ ഒരു മൃദുസ്വരം വന്നേ, മന്ദസ്വരം. തീയുടെ ശേഷം കണ്ടോ? 26 ആ 14 ഒന്ന് വായിച്ചേ. 14. എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങൾ അത്ര. അത് തന്നെ. നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരം. അപ്പോൾ സാവധാനത്തിൽ മൃദുസ്വരം. യോബിന്റെ പുസ്തകം 26:14 വായിക്കുന്നത് മന്ദസ്വരം.
അപ്പൊ ശക്തമായിട്ട് ദൈവം ഇടപെടും, ശാന്തമായിട്ട് ഇടപെടും. നിങ്ങൾക്കെല്ലാം അറിവുള്ള വാക്യം ആ വെളിപ്പാട് പുസ്തകത്തിൽ തിരസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ പത്മോസിന്റെ നടുവിൽ വെച്ച് യോഹന്നാൻ ദർശിക്കുക. ആ കർത്തൃവശത്തിന് ആത്മവിവശനായി നീ കാണുന്നതിന് പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ പുറകിൽ കേട്ടു, യോഹന്നാന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാളം എന്നത് ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ വായിരേ 7 പൊന്നിന വിളക്കുകളെ തിരിഞ്ഞപ്പോ ചേർത്ത് വായിരുമോളെ. തിരിഞ്ഞപ്പോൾ തിരിയുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. തിരിഞ്ഞപ്പോൾ 7 പൊന്നിന വിളക്കുകളെയും നിലവിളക്കുകളോട് കൂടെ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാർത്ത് പൊൻവെച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലിക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം അവിടുത്തെ തിരുശബ്ദം, അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ശാന്തമായിട്ട് ദൈവം ഇടപെടും, സൗമ്യമായിട്ട് ഇടപെടും, സാവധാനത്തിൽ ഇടപെടും, മൃദുസ്വരത്തിൽ ഇടപെടും, മന്ദസ്വരമായിട്ട് ഇടപെടും. അപ്പോൾ തന്നെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഇതിനോട് ഇടപെടും. എന്റെ വാദം ദൈവം എങ്ങനെ സംസാരിച്ചാലും ഏറ്റെടുത്തോണം. ശക്തമായിട്ട് ഇടപെട്ടാലും ഏറ്റെടുത്തോണം, ശാന്തമായിട്ട് ഇടപെട്ടാലും ഏറ്റെടുത്തോണം, സൗമ്യമായിട്ട് ഇടപെട്ടാലും ഏറ്റെടുത്തോണം, മന്ദസ്വരത്തിൽ ഇടപെട്ടാലും ഏറ്റെടുത്തോണം. ഏത് നിലയിലും ദൈവം നിന്നോട് ഇന്ന് രാത്രി ഇടപെടും. ചിലരോട് ഇന്ന് രാത്രി ശക്തമായിട്ട് ഇടപെടും, ചിലരോട് ഇന്ന് രാത്രി ശാന്തമായിട്ട് ഇടപെടും, ചിലരോട് ഇന്ന് രാത്രി സാവധാനത്തിൽ ഇടപെടും. എങ്ങനെ ഇടപെട്ടാലും ഇന്ന് രാത്രി ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്ക് ഇന്ന് രാത്രി അനുഗ്രഹമാണ്. ആളുകളുണ്ടെങ്കിൽ കാറ്റിൽ പഠിപ്പിച്ച നല്ല പിച്ചോട്ടും മുഖപാപമാദിത്യം ശക്തിയോടും പ്രകാശിക്കും പോലെയും തലം മൂട്ടി അവളപ്പണി പോലെ ഇരിക്കും ദൈവപുത്രനെ സ്തുതിപ്പി ഹല്ലേലൂയ പാടി സ്തുതിപ്പി. വളരെ വെള്ളത്തിൽ ഇരച്ചു തോർത്തതും ശവകല്ലറയിൽ നിന്നും വലിയ മരിച്ചോടുയർത്തു വരുവാനായി അകമല്ലമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുന്നതും വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പിനേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിനേശുദേവനെ. വളരെ വെള്ളത്തിൽ ഇരച്ചു തോർത്തനു ശവകല്ലറയിൽ നിന്നും വലിയ മരിച്ചോടുയർത്തു വരുവാനായി അകമല്ലമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുന്നതുമായ വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പിനേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിനേശുദേവനെ. ഓ സ്തുതിപ്പി ലോകത്തിൽ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവകുഞ്ഞാടിനെ സ്തുതിപ്പിനേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിനേശുദേവനെ. രാത്രി മാറത്ത് മുൻകച്ചകെട്ടവനായി ചുട്ടുപഴിപ്പിച്ച വെള്ളോടെന്ന് സദൃശമുള്ള പ്രാണമുള്ളവനായി 7 നക്ഷത്രം വലങ്കികൾ പിടിച്ച് നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് നിലകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അവിടുന്ന് വെറുതെ വന്നിരിക്കുകയല്ല, ഇന്ന് രാത്രി കടന്നു വന്ന ഓരോരുത്തരുടെ വിഷയങ്ങൾ അറിഞ്ഞും നിന്റെ സ്ഥിതിയും നിലയും അറിഞ്ഞ് ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും അവൻ നിനക്ക് വിഷയങ്ങൾക്ക് നീക്കുപോക്ക് നൽകുവാൻ നസറയനാകുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ശാന്തമായിട്ട് ദൈവം ഇടപെടും, സൗമ്യമായിട്ട് ഇടപെടും, സാവധാനത്തിൽ ഇടപെടും, മൃദുസ്വരമായിട്ട് ഇടപെടും, മന്ദസ്വരമായിട്ട് ഇടപെടും. അവൻ തകർക്കുന്ന രീതിയിൽ ഇടപെടും. അവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ കൊത്ത ശബ്ദം, അങ്ങനെയൊക്കെ ദൈവം ഇടപെടും. നമ്മൾ വായിച്ച കുറുവാക്യം യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഈ കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. എന്തായാലും നടുങ്ങാൻ കാണാം. 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. ഈ കാദേശ് ദൈവത്തിന്റെ മഹത്വം. വേദപുസ്തകത്തിലെ സ്ഥലങ്ങൾക്കും വേദപുസ്തകത്തിലെ വ്യക്തികൾക്കും വേദപുസ്തകത്തിൽ ഉള്ള വ്യക്തികളുടെ പേരിനുമൊക്കെ വലിയ അർത്ഥമാണ്. സ്ഥലത്തിന് അർത്ഥങ്ങളുണ്ട്. ചില സ്ഥലമൊക്കെ ചില വീട്ടുപേരാ, അവരുടെ വീട്ടുപേരാ. ചിലപ്പോൾ അവരായിരിക്കും ആ ദേശത്തെ അന്നത്തെ കുടുംബം. അതുകൊണ്ട് ആ ദേശത്തിന്റെ പേര് ആ വീട്ടുപേരാ. നിങ്ങൾക്കറിയാമോ, ചങ്ങനാശ്ശേരി ഒരു വീട്ടുപേരാ. അംഗീകരിക്കാൻ ഞാൻ വീട്ടുകാർ പറയാം, ഞങ്ങളുടെ വീട്ടുകാരാണ് പോടാ പട്ട് പറയാൻ അടിച്ചില്ലേ വീട്ടുകാരാ.
ഇനി പേരിന് അർത്ഥമുണ്ട്. എൻ്റെ സുഖിൻ്റെ സ്ഥലം ഇങ്ങനെ പറയാം, ഉറക്കെ പറയാം, ചിങ്ങവനം. അത് പഴയ ആൾക്കാർ പറഞ്ഞ സിംഹവനമെന്നാണ്. അവിടെ സിംഹം ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അപ്പൊ അത് ലോപിച്ച് പിന്നീട് വന്നതാ ചിങ്ങവനം. ചങ്ങനാശ്ശേരി അത് വീട്ടുപേരാണെങ്കിലും പഴയ ആൾക്കാർ ചില ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നത് അത് ചങ്ങനാശ്ശേരി എന്ന് പേര് പറയാൻ കാര്യം ഇങ്ങനെയാണ്, ശംഖുനാഥശ്ശേരി എന്നാണ്. അപ്പൊ രാവിലെ അവിടെ ബാങ്ക് വിളിക്കുന്നവരുണ്ട്, ആ പള്ളിയിലെ മണിയടിക്കും, മത്രാപ്പോലിത്തം പള്ളി. അപ്പൊ തന്നെ അടുത്ത ക്ഷേത്രമുണ്ട്, അവിടെ ശംഖ് ഉണർത്തും. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ ശബ്ദം ചേർത്ത് പഴമക്കാരിട്ട പേരാന്ന് പറഞ്ഞ് ശംഖുനാഥശ്ശേരി. അങ്ങനെ സ്ഥലങ്ങൾക്ക് അർത്ഥമുണ്ട്, വ്യക്തികൾക്ക് പേരുകൾക്ക് അർത്ഥമുണ്ട്. ദൈവത്തിന് മഹത്വം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ അങ്ങനെ അർത്ഥം നോക്കുമ്പോൾ ഈ കാദേശ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. കാദേശ് എന്ന വാക്കിന്റെ ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവത്തിന് വിശുദ്ധമായ സ്ഥലം, ദൈവം ശുദ്ധീകരിച്ച സ്ഥലം. കാദേശ് യഹോവയ്ക്ക് വിശുദ്ധം. എന്നാൽ ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ട്, പഴയ പേര്. അതെല്ലാവർക്കും ഉണ്ടല്ലോ പഴയ പേര്, പുതിയ പേര്. അങ്ങനെ പുസ്തകത്തിൽ വാക്യം പുതിയ പേര് തരുമെന്ന. അപ്പൊ പഴയൊരു പേരുണ്ട്, ദൈവത്തിന് മഹത്വം. ആ പഴയ പേര് വായിച്ച ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 14. മക്കളെ നിങ്ങൾ കടികടാന്ന് വായിക്കണം കേട്ടോ, രണ്ടുപേരും കൂടെ. മോടെ പേരെന്തുവാ? ക്രിസ്റ്റി. ക്രിസ്റ്റിയും ഷിനിയും കൂടെ കടികടാന്ന് വായിച്ചു തരണം. 14:6. അവൻ സമ്പത്തൊക്കെ മടക്കിക്കൊണ്ട് വന്നു തന്റെ സഹോദരനായ ലോത്തിനെയും. 8-ാം വാക്യം വായിച്ചേ, 14:8. അപ്പോൾ സോദോം രാജാവും. അപ്പൊ 6 വായിച്ചേ. ഏമിരെയും. അപ്പൊ മുമ്പേ വായിച്ച ഏതാ? സോദോം രാജാവ്. അത് വായിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെ കൂടെ. അല്ല, അവരുടെ നിമിത്തം മോശക്കും ദോഷം ഭവിച്ചെന്നാ. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ്. അത് വായിക്കുമോ? പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിഷ്പാത്തിൽ വെച്ച്. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിഷ്പാത്ത്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. എന്തുവാ ഏൽ മിഷ്പാത്ത്? ആ വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്നാണ്. അതെന്താ? വേദപുസ്തകം പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന നിങ്ങൾക്കറിയാം. ആ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോകെ, കിദരായമോർ, തീദാൻ ആദിയായ ബാബിലോണിൽ ആയുള്ള 4 പേര്, സോമർ ആദിയായ സോദോമിൽ ചായ്വുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് തുടിക്കകത്ത് പോയി. പലരും ചെതറിയോടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞ, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു. എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ട് പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അന്ന് അബ്രഹാം മമ്രയുടെ തോപ്പില്ല. അബ്രഹാം പെട്ടെന്ന് ചട്ടക്കുടൽ എഴുന്നേറ്റ് തന്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസികൾ, ഞാനിങ്ങനെ പറഞ്ഞ് വീണ്ടും ജനിച്ച 318, അതിനെ കൊണ്ട് പോയാലേ കാര്യം വല്ലതും നടക്കുള്ളൂ. വീട്ടിൽ ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ പഴയ ബന്ധിക്കോസാ, എന്നെ കൊണ്ട് ആ കാര്യം ചിലപ്പോ കൊള്ളുകയില്ല. പക്ഷെ വീണ്ടും ജനിച്ചവൻ വന്നാൽ അവൻ വിടുതൽ നടത്തും. ഞങ്ങളുടെ അപ്പച്ചനാണ് ഇത് തുടങ്ങിയത്. അപ്പച്ചനെ ദൈവം അതിന് ഉപയോഗിച്ചു. നിനക്ക് ഇതുമായിട്ട് വല്ല ബന്ധം ഉണ്ടാകാം. നീ അപ്പച്ചന്റെ പേരും പറഞ്ഞ് ഉമ്മ വെട്ടിയാർ ഭാഗത്തെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഒരു തലക്കെട്ടും കണ്ടത് കട്ടൻ ചായ അടിച്ചേക്ക് ഇവൻ ഇങ്ങനെ അടക്കം അപ്പച്ചൻ തുടങ്ങിയാണ്. അപ്പച്ചൻ എന്തെല്ലാം തുടങ്ങി, അപ്പച്ചൻ തുടങ്ങിയതെല്ലാം ഒന്നും പറയാനും നോക്കുകയല്ല. അതിപ്പോ ഞാൻ പറയുന്നുമില്ല. അപ്പച്ചന്റെ ഗൗരവത്തിലല്ല, നീയും ദൈവമായിട്ടാ ബന്ധം. വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം അത് യേശു ക്രിസ്തുവിൽ കൂടിയേ നടക്കുകയുള്ളൂ, സാധ്യമാകുകയുള്ളൂ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം വന്നിതവല്ലഭ നാമമത്. വാനിലും ഭൂമിയിലും മേലായ ദൂതർ വാട്ടി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാട്ടി പുകഴ്ത്തിടും നാമമത്. ഓ യേശുവിന്റെ തിരുനാമം
ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആ എല്ലാ നാമത്തിലും മേലായ നാമം, രോഗികളെ സൗഖ്യമാക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, അവൻ പുതുഭാഷയിൽ സംസാരിക്കുന്ന നാമം, അവൻ രോഗശാന്തിയുടെ വ്യാപാരം നടത്തുന്ന നാമം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം, അവൻ നിനക്ക് സമാധാനം നൽകുന്ന നാമം, നിന്നെ രക്ഷിക്കുന്ന നാമം, നിന്റെ കുടുംബത്തെ വിടുവിക്കുന്ന നാമം, നിന്നെ അവൻ രക്ഷിക്കുന്ന നാമം, എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അധോലോകങ്ങളുടെ മുഴങ്കാലുകൾ നടക്കുന്ന മുറക്കുന്ന അവൻ പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. വേറെ നാമമൊന്നും പറയും, യേശുവിന്റെ നാമം പറഞ്ഞാൽ മതി. നമ്മുടെ അവരുടെ നാമം പറയാതിരിക്കുന്നതാ അല്ല വിശേഷമാ. നമ്മുടെ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. അവസരം കിട്ടപ്പെടില്ല, യേശുവിന്റെ നാമം പറ, നിന്നെ വിടുവിക്കുന്ന നാമമാണ്. ഇന്നലെ ഞാൻ നിങ്ങളുടെ സഭയിലുള്ള ഒരു അമ്മാമ്മയെ കാണാൻ ചെന്ന് വയ്യാതെ കിടക്കുക. അവ കിടന്ന് ഇമ്മ ആവശ്യമില്ലാത്തെല്ലാം പറയുക. മോള് പറഞ്ഞ് വായിക്കൊന്നും അടക്കുന്നില്ല. ഞാൻ പറഞ്ഞ നാളെ നിങ്ങൾ വാക്യം പറയണം. ഇവിടെ കിടന്നുണ്ട് ആരാണോ എന്നൊക്കെ വാക്യം ഞാൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ. എല്ലാം നീ അറിയുന്നു. അവൻ ഇനി അത് 10 പേരോട് പറയാൻ അവന്റെ തീരുമാനമാണ്. ഒരു കാര്യം പറയാം, ഞാൻ പറഞ്ഞ അമ്മാമേ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. ഈ കിടക്കെ കിടന്ന് വചനം അങ്ങോട്ട് പറഞ്ഞേ, വചനം പറ. ഇത് അതിവേഗത്തിലോടുന്ന വചനമാണ്. ഈ വചനം നിന്നെ സൗഖ്യമാക്കുന്ന വചനമാണ്. ഈ വചനം നിനക്ക് വിടുതൽ തരുന്ന വചനം. ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ വചനം പറയണം. രോഗിയായിട്ടായിരിക്കും വന്നത്, പക്ഷെ തിരിച്ചു പോകുമ്പോൾ സൗഖ്യത്തോടെ തിരിച്ചു പോകണം. ഈ നാമം നിന്നെ വിടുവിക്കുന്ന നാമമാണ്, നിന്നെ സൗഖ്യമാക്കുന്ന നാമമാണ്. നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, ധമനിക്കകത്ത്, ശിരക്കകത്ത് ഇരിക്കുന്ന രോഗാണുക്കളെ ഉരുക്കി മാറ്റി നിന്നെ സൗഖ്യപ്പെടുത്തുന്ന നാമമാണ് യേശുവിന്റെ നാമം. രാത്രി യേശുവിന്റെ സൗഖ്യമാണ് അതിവേഗത്തിലോടുന്ന വചനം. എന്റെ ഭാഷ പറഞ്ഞാൽ നീ ഇവിടെ ഇരുന്ന് ആരാധിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അല്ലേ. ഞാൻ എന്റെ യോധന പറയും, യോധനിക്കുന്ന മുഴുവനെന്നോ ദൈവത്തെ സൂചിക്കണം. അത് അരിമേനിയൊന്നോ തിരുമേനിയൊന്നോ സെൻട്രൽ പാസൊന്നോ കാവുണ്ട് കുന്തം കൗണ്ടിന്. എടാ ദൈവം നിന്നെ രക്ഷിച്ചു, ദൈവം നിന്റെ പാപത്തെ മോചിച്ചു. ഇന്ന് രാത്രി ആയുസ് ഓടിക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം നൽകി. നിന്നേക്കാൾ മിടുക്കന്മാർ, ഉന്നതന്മാർ മാറ്റപ്പെട്ടപ്പോൾ ഒരു രാത്രി കൂടെ കാണുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നു. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അനുവിരലെ മർത്യനായോ നിൽക്കുന്നോരെല്ലാം മായ, നാലുവിരലെ മർത്യനായോ നിൽക്കുന്നോരെല്ലാം മായ. നടന്നു തങ്ങൾ കഴിക്കുന്ന കഥ പോലെ മരണത്തിന്റെ തണുത്തകരം നിന്നെ തപ്പുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സമയത്ത് മരണം പിടികൂടുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ല അവസരം തന്നിരിക്കും. ഇത് സുപ്രധാന കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. നാളെ എന്ത് സംഭവിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് അറിയത്തില്ല. അത് ദൈവം അറിയുന്നത് കൊണ്ട് ഇന്ന് രാത്രി നഷ്ടപ്പെടുത്തി കളയുന്നത്. ഈ രാത്രി ഈ പന്തല് വിട്ടുപോകുന്നതിന് മുമ്പ് ശബ്ദപ്പെടുത്തി ശ്രമിക്കുന്ന മാന്യരായ ബഹുമാന്യരായ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, 5 പൈസ മുടക്കണ്ട, അരക്കായ് മുടക്കണ്ട, യേശുവിനെ ഇന്ന് രാത്രി രക്ഷകനായി നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. അതങ്ങോട്ട് പോകാൻ സമയത്ത് ഭയപ്പെടുന്നോ, അങ്ങനെ പോയാൽ അങ്ങ് നിൽക്കും ദൈവത്തിന് മഹത്വം. നിങ്ങൾ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ
എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. ഈ കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്, വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലം. അബ്രഹാം വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 എണ്ണത്തിനെ കൊണ്ടാ പോയത്. ആ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. സോദോമിനെ കൊള്ളയിട്ട് 4 വമ്പൻ രാജാക്കന്മാരെ അമ്പയെ പരാജയപ്പെടുത്തി ചിത്രമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അങ്ങനെ ആ ജയമെടുത്ത സ്ഥലമാണ് ഈ ഏൽ മിഷ്പാത്ത്. ചിലര് അവിടെ പാട്ടുപോയി. അപ്പോൾ അവര് യുദ്ധം നടന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത് എന്ന് പറഞ്ഞ ന്യായവതിയുടെ സ്ഥലം. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ന്യായയുടെ സ്ഥലത്തെ ആ ദൈവം പിന്നത്തേതിൽ വിശുദ്ധീകരിച്ചു. അതാ കാദേശ്. നമ്മളോടുള്ള ബന്ധത്തിൽ ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ന്യായവതിക്ക് അർഹരായി പോയവരാ. പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആളുകളായി മൃത്യു നമ്മെ നിയോഗിച്ചൊരു കാലമുണ്ട്. ആ കാലത്തിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അജ്ഞാനകാലം, അജ്ഞാതകാലം, പണ്ടത്തെ കാലം, പൂർവ്വകാലം, മുൻകാലം, പഴയകാലം. ആ പൗലോസിന്റെയൊക്കെ ഭാഷ പറഞ്ഞ അറിയായ്മയുടെ കാലമെന്ന പത്രോസും പൗലോസും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഒന്നും നമുക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലും അറിയാമേ. ഗോത്രം നമ്മളെക്കാൾ ശക്തിയുള്ളവരെ ആരെങ്കിലും കണ്ട ഉടനെ നമ്മൾ ദൈവമാണെന്ന് പറയാം. ഒരു തള്ള കയറി അവിടെ അങ്ങ് ദൈവമാണ്, എന്നാ പിന്നെ തള്ളയെ അങ്ങ് ദൈവം നൽകിയ. അമ്മയെ ബഹുമാനിക്കണം, അമ്മ ദൈവമല്ല. അമ്മയെ ബഹുമാനിക്കണം, അപ്പനെ ബഹുമാനിക്കണം, അപ്പനെയമ്മയെ നന്നായിട്ട് ബഹുമാനിക്കണം. പക്ഷെ അപ്പനും അമ്മയും ദൈവമല്ല. ദൈവം ഒരുവൻ സ്വർഗത്തിലുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ആദരിക്കുകയും ചെയ്യണം. മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കണം, അല്ല അവനെ കാലുമടക്കടിച്ച് വെട്ടിയാട്ട് കനാലി ഇടുകയല്ല. ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ മിക്കത് നിങ്ങൾ എല്ലാവരും അല്ലെങ്കിലും മിക്കത് ബഹുമാനമൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞത്, പണ്ട് പ്രായമുള്ള അപ്പം തിന്നേലിരിക്കാൻ പെൺപിള്ളേർ അതിലെ വരികയല്ല. വരത്തില്ല. ഓ അമ്മേ, അപ്പം ഭൂമുഖത്തിരിക്കുക, കസേര ചാരി കസേര അപ്പച്ചൻ. അഥവാ കൊച്ചു പെൺപിള്ളേര് അകത്തിന്ന് പെട്ടെന്നതിലേ വരുന്നെങ്കിലും അമ്മ പറയും, ചായ വിളിക്കൊണ്ട് അപ്പുറം പോകാൻ പറയും. പറയല്ലേ അമ്മ അങ്ങനെ പോയിട്ടുണ്ടോ അമ്മേ? അമ്മ ഇപ്പൊ ദൈവമേ ഗ്രഹപ്പടയ്ക്ക് മുന്നിൽ അമ്മ നാളെ ഇവിടെ ദൈവത്തിന് മഹത്വം. അങ്ങനൊന്നും ചെയ്യത്തില്ല. പഴയ അമ്മമാര് പോകാൻ മതി. വളരെ സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കത്തില്ലല്ലോ. ഇല്ല, അങ്ങനത്തെ ഒരു കാലമുണ്ട്. ഇനി ഇപ്പം ആ കാലമൊക്കെ ഉണ്ടാവുമെന്നും. ഇപ്പൊ നേരെ തിരിച്ചാ. അച്ചായൻ വല്യപ്പൻ അപ്പച്ചൻ പറയും, എന്റെ പാപ്പി നിന്റെ ഗതിയാണ് ഭയങ്കര വീട് മെച്ചേച്ച് നിന്നെ പമ്മി ഇരിക്കുക. എന്തിനാണ് ആണ പാലത്തേക്ക് താഴെയാണെന്നാണ് നിന്റെ ഗതിയാണ്. ബഹുമാനമൊന്നുമില്ലെന്നേ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല. നിങ്ങളൊരു വീട്ടിലോട്ട് കയറി തന്നെ എല്ലാത്തിന്റെ കയ്യിൽ കുന്തോളിരിക്കുക. എന്തോ മോനെ മൊബൈലില്ല, അങ്ങോട്ടൊന്നിരുന്നേ, പിന്നെ ഇരുത്താം അല്ലേ, എല്ലാം കാണിച്ചായിരുന്നു പ്രസംഗിക്കുന്നത്. അങ്ങനല്ലേ? ഹായ് അല്ല, വന്ന കളവന്റെ ഇത് തന്നെ അയാളോ നോക്കിക്കൊണ്ടായിക്കോട്ടെ. ഒരു വീട്ടിൽ ചെന്നാ മിണ്ടുന്നുണ്ടോ? ഒരു സദസ്സ് വന്നാൽ തമ്മിൽ മിണ്ടുന്നുണ്ടോ? ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ എല്ലാം ഇങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുക. എന്നാടാ മിണ്ടുന്നുണ്ടോ? പണ്ടൊരു കല്യാണ വീട്ടിൽ ചെന്നാൽ, ഞാനതൊന്നും വിശദീകരിക്കണ്ട, തലേന്ന് കൂടും സംസാരിച്ച് കാര്യങ്ങൾ തിരക്കി എല്ലാവരും ചേർന്ന് അരിഞ്ഞും പെറുക്കി. ഇതെല്ലാം കാറ്ററിംഗ് ആയതുകൊണ്ട് അതുങ്ങൾ പിന്നെ സമയത്ത് കൊണ്ടുവരും. നമ്മൾ ഷട്ടറിന്റെ അവിടെ ഇങ്ങനെ നിന്നാൽ മതി, അല്ലെ മണമുഖത്ത് നീ നിൽക്കുന്നത് പോലെ. അങ്ങനത്തെ കാലമാണ്. പിന്നെ അങ്ങോട്ട് കയറിയിട്ടുള്ള യുദ്ധമൊന്നും ഞാനിപ്പോ പൊതുവെ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. മിണ്ടുന്നില്ലല്ലോ, സംസാരമില്ലല്ലോ, എല്ലാം ഇതിനകത്തൂടാ. മേളിയുള്ളവരോട് മെസ്സേജ് അയക്കുക, ഊണ് കഴിക്കാൻ തരാൻ ക്ലീൻ. അവൻ വേണ്ട ക്ലീൻ. എന്നാ കാലമാണ്, വല്ലാത്തൊരു കാലമാണ്. മിണ്ടാനൊക്കത്തില്ല. ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ ഫോൺ ചെയ്തു, മോൻ അവിടെ ഉണ്ടോന്ന്. ഞാനവിടെ ഇരിപ്പുണ്ട്. ഏത് സ്ഥലമായ ഏത് വീടാണെന്നൊന്നും പറയത്തില്ല. മോനുണ്ടോ? സാധാരണ നമ്മുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ പോയി ചോദിക്കുക, ജോഷു അവിടെ ഉണ്ടോന്ന് ഞാൻ പറയും നോക്കട്ടെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ അവന്റെ മുറി ചെല്ലും, ഇല്ല അവൻ
ഞാൻ മുറിയിലൊന്ന് കയറി വിളിക്കും, യോശുവ എന്ന് വിളിക്കും. ആ, ഞാൻ നന്ദയാ, യോശുവ. എല്ലാ രീതിയാണ് വിളിക്കും, തീർത്ത് വിളിക്കും. വിളി കേട്ടില്ലെങ്കിൽ കഥ കേട്ടു. പിന്നെ ഒരാൾ അന്വേഷിക്കുന്നു. ഇത് എന്റെ രീതിയാണ്, നിങ്ങൾ ചോദിക്കുകയല്ല. ആ, പുള്ളി പറയാ മോൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നോക്കട്ടെന്ന്. പുള്ളി വെളിയിൽ ചെന്ന് കാറ് നോക്കുന്നു, കാറ് പോർച്ചു. കാറ് കണ്ടിട്ട് പറഞ്ഞു അവനിവിടെ ഉണ്ട്, പുസ്തകത്തിൽ അവനിവിടെ ഇല്ലെന്ന. കുറ്റം പറഞ്ഞതല്ല, കാലത്തിന്റെ പോക്ക് അല്ലേ. ബഹുമാനമൊന്നുമില്ല, ബഹുമാനിക്കുന്നില്ല. അവിടെ ഇടയ്ക്ക് കയറി ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയരെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മൂത്തവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ജ്യേഷ്ഠ സഹോദരിമാരെ അമ്മയെ പോലെ കരുതൂ. ദൈവത്തിന് മഹത്വം. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. മഹത്വം. അപ്പോൾ ഒരു കാലത്ത് സത്യദൈവത്തെ അറിയാനാണ് നമ്മൾ ജീവിച്ചത്. എന്നാൽ അവരുടെ മുൻകാല ജീവിതം, അത് അറിയാനുള്ള കാലം, അജ്ഞാനകാലം, പണ്ടത്തെ കാലം. ശരി, മത്തായിച്ചിന്റെ പാട്ടാന്ന് തോന്നുന്നു നമ്മളെല്ലാം പറഞ്ഞ അന്നേ മരിച്ചു പോയെങ്കിൽ. മത്തായിച്ചിന്റെ പാട്ടാന്ന് തോന്നുന്നു. ശരി, അന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. അന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. ആ പാട്ട് എന്ത് സുഖമാ പാട്ട്. അക്ഷരക്കണക്ക്, പദം അല്ലേ, താളം പിടിക്കുന്നവർക്കും കുഴപ്പം, നല്ല കണക്കാ. ആ തന്നെ ആദിപ്രാസമാണെന്ന് തോന്നുന്നു. അന്നേ കേട്ടോ, അന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ. ആദിപ്രാസം മലയാളത്തിൽ പഠിച്ചില്ലേ? ആദിപ്രാസം, അന്തിപ്രാസം, പിന്നെ ഉറക്കെ പറ മോളെ. ചവനപ്രാസം ഉറക്കെ പറ. അപ്പൊ സ്കൂളിൽ പഠിച്ചത് ആദിപ്രാസം, അന്തിപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം. സ്കൂളിൽ പഠിച്ച അന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. അന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. ഓ തന്നു കൃപദാനമെന്നും ജീവിച്ചിടുവോ, തന്നു കൃപദാനമെന്നും ജീവിച്ചിടുവാൻ നിന്നാത്മശക്തിയാലെ നിത്യ നടത്തേണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. മോഹങ്ങൾ കൊണ്ട് തിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ മേടിച്ചു. മോഹങ്ങൾ കൊണ്ട് തിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ മേടിച്ചു. അപ്പൊ ശ്രദ്ധിക്കുന്ന ഈ ന്യായവിധിയുടെ ആ പിടിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളോട് ഒരു കാര്യം പറയാം. ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും വീട് മേടിച്ച് കൊടുക്കേണ്ട, വസ്തുവും കൊടുക്കേണ്ട, നോത്രകാഴ്ച. ഇത് പിന്നെ നോത്രകാഴ്ച അന്വേഷണം നടത്താൻ പറ്റും. അത് ഇത് രക്ഷപ്പെടാനാണ്. സ്തോത്രം. അത് നിങ്ങൾക്ക് അറിയാതെല്ലാം ഒപ്പിച്ചത് അങ്ങനെയാണ്. ദൈവത്തിന് മതം അതിന്. അല്ലാതെ ദൈവം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല. രക്ഷിക്കണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, കയ്യും കാലും ഒന്നും നോക്കണ്ട. ഇരിക്കുന്നിടത്ത് കേൾക്കുന്നിടത്ത് ഒറ്റ വാക്ക് പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്റെ യേശുവേ എന്റെ പാപം മോചിക്കണം, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. യേശു ഒരു വിഭാഗത്തിന്റെ ദൈവം അല്ലെന്ന് ആദ്യം പഠിക്കേ. കത്തോലിക്കന്റെ കുത്തകയൊന്നുമല്ല ക്രിസ്തു. യാക്കോബ, ഓർത്തഡോക്സ്, ഈത്ത്, ലത്തീന്, ലണ്ടന്, സാൽവേഷൻ, CSI, CMS, ആംഗ്ലിക്കൻ, സാൽവേഷൻ ആർമി, ബെന്തിക്കോസ് ബ്രദർ, ഒത്തിരി ഉണ്ടല്ലോ. ഇവരുടെ ആരുടെയും കുത്തകയല്ല. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് മതത്തിൽ
ഗോത്രത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ അംഗീകരിക്കാം, ആരാധിക്കാം, അനുഗമിക്കാം, സേവിക്കാം, സ്നേഹിക്കാം. അതുപോലെ ശ്രേഷ്ഠനായ യേശു. സ്തോത്രം. മറ്റേ എല്ലായിടങ്ങളിൽ എല്ലാവർക്കും ചെല്ലാനും ഒക്കത്തില്ല, എല്ലായിടങ്ങളിൽ കയറാനും ഒക്കത്തില്ല, പോകാനും ഒക്കത്തില്ല, എല്ലാം ഒന്നും പറയാനും ചൊല്ലാനും ചൊലുത്താനും എല്ലാവർക്കും അനുമാനമില്ല. എന്നാൽ യേശുവിന്റെ അടുക്കൽ ആർക്കും വരാം, ഏത് സമയത്തും വരാം. അവൻ കറുത്തവനും വരാം, വെളുത്തവനും വരാം, സുജേലനും വരാം, കുബേരനും വരാം, പണ്ഡിതനും ബ്രാഹ്മണനും, നിറവുള്ളവനും നിറമില്ലാത്തവനും, അവൻ വിദ്യാവിഹീനനും വിദ്യാനിപുണനും, അവൻ സ്തോത്രം ദേശത്തെ പ്രമുഖനും ദേശത്ത് പ്രമുഖനല്ലാത്തവർക്ക് ഏർക്കും ഏത് സമയത്തും വരാം. ചിങ്ങമാസത്തിലും വരാം, കന്നിമാസത്തിലും വരാം, തുലാമാസത്തിലും വരാം, വൃശ്ചികത്തിലും വരാം, കർക്കിടകത്തിലും വരാം. ലേശം പറയാം, അങ്ങനെ കർക്കിടകത്തിൽ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പരിപാടിയിരിക്കുക. ഇങ്ങോട്ട് വന്ന് ഇല്ല, എല്ലാവർക്കും ഏത് സമയത്ത് യേശുവിന്റെ അടുക്ക വരാം. യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഇന്ന് രാത്രി എല്ലാ കാര്യവും എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് എന്റെ തൊണ്ട അത്ര നല്ലതല്ല, അപ്പൊ എനിക്ക് സഹായമായിട്ട് നിൽക്കണം. അത് വളരുന്നുണ്ടോ നോക്കിയിരിക്കാൻ എന്നെ നോക്കണം. അപ്പോ എന്റെ പേരെന്ന് എന്തേലും ആയിക്കോട്ടെ, അത് വണ്ണം വെക്കുന്നുണ്ടോ വളരുന്നുണ്ടോ എന്നെ ഒന്ന് നോക്കിക്കോണം. ഞാൻ പൊട്ടനാ, അപ്പൊ പൊട്ടനാകുന്ന എനിക്കൊരു സഹായം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ആർക്ക് വേറെ സമയത്ത് യേശുവിന്റെ അടുക്ക വരാം. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്, ഒരു വിഭാഗത്തിന്റെ ആളല്ല. ഈ കാണുന്ന സകല സരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, സകലത്തെയും നിർമ്മിച്ച ദൈവം. വെട്ടിയാറായതുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് ചൊല്ലുക. പണ്ടൊന്ന് ചൊല്ലിയതാ, ഒന്നുകൂടെ ചൊല്ലുക. ചൊല്ലട്ടെ. പിന്നെ സകല ലോകങ്ങൾക്കും അധികാരണമിവൻ. ദൈവമേ, അതിലോ ഇതിലോ നിതലോ സുതലോ ഒക്കെ ഉണ്ടല്ലോ, ആയിക്കോട്ടെ. സകല ലോകങ്ങൾക്ക് അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദമന്ദിത പദാൻ ഭുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ഒരു തമിഴും കൂടി ഇരിക്കട്ടെ. യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിനായതിൻ അറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മകാൻ നീതി നീരതിയ ഞാൻ ആദരാൽ വന്നിക്കുന്നേ. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. ദൈവം സകല ദേവവൃന്ദമന്ദിത പദാപുജൻ. എനിക്ക് കാലിന് വേദന നീരുവടക്കുണ്ട്, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദമന്ദിത പദാപുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരില്ലാതവൻ മോസസ്, സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലെന്നോരപ്രിയമാം എബ്രായ പദമാ. ഏലെന്നോരപ്രിയമാം നാമമോദിച്ചത് മൂലവസ്തുവാന്ന് ഉപദേശിച്ചതല്ലോ. ഈ ലോകി ശബ്ദായി യൂയലോകി അധോണായി, അത് തിയോളജി പഠിച്ചവർക്കറിയാം. ഇലോകി ശബ്ദായി യൂയലോകി അധോണായി, വിലോപമന്യേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം
ഈശ്വരാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടത്തൻ നിജാചയൻ ആത്മാവെന്നവ രണ്ടും കാലാനുതാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ടൻ കരകൂചിതം പോലെ അല്ല ഭീഷണേ മനുഷ്യരറിയുന്നല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകംഗത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി നടക്കുക. ഇതാരാ ഉണ്ടാക്കുന്നത്? ദൈവം ഉണ്ടാക്കിയതാണ്. ഇനി തപ്പി നടക്കില്ല. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഈ മൂലം സ്വീയമാത്മകത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായി പൂർണ്ണികാത്മാനം കാരണം വിനാ കാര്യം നോത്പത്യത എന്നുള്ള കാര്യമാം ആ പ്രമാണത്തെ അറിഞ്ഞ അനാസ്തികർ കൊള്ളാനുള്ള തരത്തിൽ ദാടികളായിരം പരിത്തിരക്കാരി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ നിനക്കെന്നാൽ ദുഷകമെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ ബന്ധനമായുള്ളോട് നർത്തസത്യം കിരണങ്ങളാക്കാർമേകവും ചിത്രവന്നോക്ഷരമായി തീരുമെങ്കിൽ ഉത്തമാ നിന്ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്യ നമസ്തേ ദേവദേവ നമസ്തേ കൃപാർണവ നമസ്തേ ജനപാലന പാരായണ. മോശിക്കുന്നവന് നീ പ്രവർത്തിച്ചമാകിച്ചു ആശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു ദാശരെ പ്രഭാഷണം പതുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല. നിന്നുടെ കരം ചേർന്നാൽ ദൈവം തപ്പുരാൻ എന്ത് ചെയ്താലും മോശമാകത്തില്ല. ഇതൊരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഇതൊരു സംഘടനയുടെ ദൈവമല്ല, ഇത് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഇത് വെളുത്തവന്റെ മാത്രം ദൈവമല്ല, കറുത്തവന്റെ മാത്രം ദൈവമല്ല, ഇരുനിറക്കാരന്റെ മാത്രം ദൈവമല്ല, വെളുതിയവന്റെ ദൈവമല്ല, കേരളത്തിന്റെ മാത്രം ദൈവമല്ല, ഇന്ത്യയുടെ മാത്രം ദൈവമല്ല, അമേരിക്കക്കാരന്റെ ദൈവമല്ല, പേർഷ്യക്കാരന്റെ ദൈവം. ഇത് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കിയ ദൈവം. ദൈവത്തെ പറ്റിയായി ഇന്ന് രാത്രി എന്റെ അങ്ങനെയനുസരിച്ച് സംസാരിക്കുന്നത്. ഈ ദൈവത്തെ ആർക്കും ഭരിക്കാം, ആർക്കും ആരാധിക്കാം, ആർക്കും ഇല്ലയോ? പിന്നെ ആർക്കും. അതുകൊണ്ടല്ലേ ഇത്ര പേര് ഇരിക്കുന്നത്. ഏതെല്ലാം ടൈപ്പ് സാധനമായിരിക്കുന്നത്. അടുത്ത് നോക്കണം തനിതരം. ആർക്കും ഞാൻ ആർക്കും അന്ന ഒറ്റം പറഞ്ഞു ഇവിടെ അങ്ങനൊരു പാട്ടുണ്ടെന്ന്, നാടൻ പാട്ട്. ആർക്കും വേണ്ട ആർക്കും വേണ്ട കേട്ടിട്ടുണ്ട്. എന്റെ വല്യമ്മച്ച് പാടി കേട്ടിട്ടുണ്ടോ? ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. 5 പൈസ നീ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട. നീ ഹൃദയദുർഗത്തോട് ഒരൊറ്റ വാക്ക് പറ, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കാൻ വല്ലവത്തമുള്ളവനാ നസറായൻ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ന്യായവിധിയുടെ സ്ഥലത്തെ ദൈവം ശുദ്ധീകരിച്ചു. അതാണ് കാദേശ് യഹോവയ്ക്ക് വിശുദ്ധം. നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ അങ്ങനെ വിശുദ്ധീകരിച്ച കാദേശ് നടുങ്ങി. എന്തുകൊണ്ടായി കാദേശ് എന്നെങ്ങാൻ കാര്യം ഓടിച്ചു പോകാം? കാദേശ് എന്ന വാക്കിന് എത്തിയ യഹോവയ്ക്ക് വിശുദ്ധം. ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം നടുങ്ങാൻ കാരണം നിങ്ങൾക്ക് വചനം പഠിക്കുന്നവർക്കറിയാം. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്ന് ആ കാദേശ്. വായിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്തുകൾ മോളെ വായിച്ചേ. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 പെട്ടെന്ന്. ഇപ്പോൾ എഴുന്നേറ്റ് സേരദൂതോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരദൂതോട് കടന്നു. നാം കാദേശ് ബർന്നോയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നാം സേരദൂതോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരദൂതോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർന്നയിൽ പുറപ്പെട്ടതുപോലെ സേരദൂതോട് കിടക്കുമ്പോഴുള്ള കാലം 38 സമ്പന്നതരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവയോട് സത്യം ചെയ്തതുപോലെ വാനകത്തിൽ നിന്ന് മുടിഞ്ഞെന്ന് പറയാൻ എനിക്കൊരു വൈഷമ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ മോളെ കൊണ്ടൊക്കെ വായിപ്പിച്ച. മോള് വായിച്ചോ, കാരണം അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് വായിച്ചു ഒക്കും. അപ്പോൾ ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ നമ്പർ 1 സ്ഥലമാണ്. ഏതൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമാണ് കനാൻ. ആ കനാന് പല പേരുകളാണ്. കനാൻ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, വിശുദ്ധ നാടെന്നൊക്കെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ അങ്ങനെ വിശുദ്ധ നാടൊന്നുമില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 5:19 വായിക്കുന്ന സർവ്വ ലോകവും തുട്ടൻ കഥയിലാണ്. പിന്നെ ഇവിടെ വിശുദ്ധ നാട്. പിന്നെ അവർ വാദിക്കുന്നത് വിശുദ്ധ നാടെന്ന് അവർ പറയുന്നത് യേശുക്രിസ്തുവിന്റെ പാദസ്പർശനമേറ്റ സ്ഥലമായതുകൊണ്ട് അത് വിശുദ്ധ നാടെന്നൊക്കെ ആ ചൊല്ലി പറയുന്നത്. അത് സ്തോത്രം. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലമാണ് കനാൻ ദേശം, നല്ല സ്ഥലമാണ്.
എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം പോലെ വേറൊരു സ്ഥലം ഉലകത്തിലില്ല. എന്താ കനാന്റെ പ്രത്യേകത? എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കാൻ നേരമെങ്കിലും ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ചപ്പോൾ ഇനി നിങ്ങൾ മക്കളെ നിങ്ങൾ ചടിയടാന്ന് നീ വായിച്ചോണം. ആവർത്തനം 8-ന്റെ 7 മുതൽ. നിന്റെ ദൈവമായ യഹോവ 2 മൈക്ക് കൂടെ കൊടുക്കണം, ഇല്ലേ പ്രശ്നമാകും. ജോം കഴിയും. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകും. അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയെന്ന് പറയുന്ന പുറപ്പെടുന്ന നീരെടുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മേതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പാകിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ കയ്യും കെട്ടി വായും കൂട്ടി ആളുകളെ ചിരിക്കാതെ സ്തോത്രം ചെയ്യണം. നല്ല ദേശത്തേക്കാണ് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. അല്ല നമ്മോടുള്ള ബന്ധത്തിൽ നല്ല സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. നീ ഒരു ദൈവവൈദ്യനായി തീർന്നതാ ഭാഗ്യം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ് ഈ ദേശത്തിന്റെ വിശേഷത. പുറപ്പാട് 3:17-18 തന്നെ ആവർത്തനം 11-10-12-13 13-ാം സങ്കീർത്തനം 6-ാം വാക്യം 106-ാം സങ്കീർത്തനം 24 ചേർത്ത് കോർത്തിണക്കിയാ പറയുന്നതിന് മുതിരുന്നില്ല ദൈവത്തിന് മകൻ. അതുകൊണ്ട് ആവർത്തനം 8-7 ഇപ്പം വായിപ്പിക്കുന്നുള്ളൂ. നല്ലൊരു ദേശമാണ് കനാൻ ദേശം. കനാൻ 4 അതിര. കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീത്തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടെ ഒന്നിച്ചു. ഇതിന് പല പേര് വരാൻ കാര്യം, കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശം കൈയടക്കി. അതുകൊണ്ട് കനാന്റെ സന്തതികൾ കൈയടക്കിയത് കൊണ്ടാണ് ഈ ദേശത്തിന് പിന്നെ കനാൻ നാടെന്ന് പേര് പറഞ്ഞു. ചില സമയമൊക്കെ ചില ആൾക്കാർ കൈയടക്കും, പിന്നെ അവരുടെ പേരില്ല സഭ അറിയപ്പെടും. തങ്കച്ചന്റെ സഭ, വേവിച്ചന്റെ സഭ, ബാബുവിന്റെ സഭ, തങ്കമ്മയുടെ സഭ, കുഞ്ഞോലച്ചാന്റെ സഭ, കുഞ്ഞോളമ്മയുടെ സഭ, മോളമ്മയുടെ സഭ. തല കേൾക്കരുത്, നല്ല അങ്ങനെ വന്നിട്ടുണ്ട് ഉദാഹരണം തല തല്ലിപ്പൊട്ടിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ യേശുവിന്റെ സഭ ഇല്ല. അല്ല അങ്ങനെയാണല്ലോ. പാർക്കിലൊന്നും മുട്ടുന്നേട എന്നെ കൂടെ അങ്ങോട്ട് ബേബിയെ യാതൊരു അങ്ങോട്ട് നേരിടുന്നത് നമ്മുടെ ഇല്ല. കമ്മിറ്റി തീരുമാനിച്ചില്ലെന്ന് പാപ്പച്ചനോട് ചോദിക്കട്ടെന്ന്. പാപ്പിച്ചാൻ പറയാന്ന് യേശു ആർക്കെന്ന് പതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. പതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. അത് തുറന്നിടുക മകനെ മകളെ ദയവാ. അത് തുറന്നിടുക മകനെ മകളെ ദയവാ. എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽക്കെന്ന് യേശു മുട്ടുക. ആരിന്ന് രാത്രി ഹൃദയവാതിൽ തുറന്നു കൊടുക്കും, യേശുവിന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ ശ്രദ്ധിക്കുക, കനാൻ നടന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ദേശം കൈയടക്കി. പിൽക്കാലത്ത് അവരുടെ പേരിനാൽ ഈ ദേശം അറിയപ്പെട്ടു. പലസ്തീൻ എന്ന പേര് വരാൻ കാര്യം പടിഞ്ഞാറ തീരത്ത് ഫെലിസ്തീന് ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ റോമരുടെ കാലം വന്നപ്പോൾ ഫെലിസ്തീന് ധാരാളം ഉള്ളത് കൊണ്ട് ലോപിച്ചാണ് പലസ്തീൻ എന്ന പേര് വന്നത്. എബ്രായരുടെ ദേശം എന്ന് പറയാൻ കാര്യം ഗോത്രപിതാവാകുന്ന അബ്രഹാമിന്റെ അബ്രഹാം ഗോത്രപിതാവെന്ന് എബ്രാഹിമിന്റെ വാക്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പൊ ചെല്ലു പറയും അങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ ആയതുകൊണ്ടാണ് യാക്കോബ് ആ ഗോത്രപിതാവായിട്ട് പിന്നെ അവൻ രംഗത്ത് വന്നത്. എന്നിരുന്നാലും കൊള്ള ആ ഗോത്രപിതാക്കന്മാരാകുന്ന രൂബേൻ മുതൽ ബെന്യാമീൻ വരെ പിന്നെ മനശ്ശെ എബ്രാഹിമിനോട് ചേർന്ന് ഈ ദേശമെന്ന് അവൻ കൈയടക്കി പാർത്തത് കൊണ്ട് ഇത് എബ്രായരുടെ ദേശമെന്ന് പിന്നത്തെ പേര് വന്നു. വാഗ്ദത്ത നാടെന്ന് പേര് വരാൻ കാര്യം ലോത്ത് അവൻ നീരോട്ടമുള്ള സ്ഥലം തട്ടിയെടുത്ത് അവനെ ന്യൂട്രൽ അടിച്ചു മാറ്റാൻ പിന്നെ ഉള്ള ധാരാളം ആൾക്കാർ പിന്നെ പമ്മി കണ്ണട നോക്കിയിരിക്കുക അവനെ. സ്വോത്രം
കൂടെ പമ്മി നിൽക്കുക. ഇവനെ ലോകത്ത് ഒത്തിരി താമസിച്ചാ കിടക്കുന്നത്. വെളുപ്പിനെ എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി ഒരാൾ പറഞ്ഞു, ഇവൻ കണക്ക് കൂട്ടുക. ഇയാൾ കണ്ണടയിൽ വിളിക്കാതെ എനിക്ക് എന്നും അങ്ങ് പാസ്ബുക്ക് നോക്കുന്നവരുണ്ട്. ചുമ്മാ പോകുമ്പോൾ മണ്ട് നിർത്തി കുത്തി നോക്കുക എത്ര ഉണ്ടെന്ന്. അപ്പൊ ലോകത്ത് ഇങ്ങനെ കണക്ക് കൂട്ടി ഇവന്റെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. ചുരുക്കി പറഞ്ഞ ഇവൻ മുഴുവൻ അടിച്ചു മാറ്റിയെന്നല്ല, അവൻ നീരോട്ടമുള്ള ഫലമെല്ലാം കണ്ടു. ഈ വിഷയത്തിൽ അബ്രഹാമിന് മനഃപീഡനം വന്നു, സ്വാഭാവികമാണ്. എന്നാൽ ഇവൻ എന്റെ കൂടെ നടന്നിട്ട് സമയം കിട്ടിയപ്പോൾ ഇവൻ ഇത് അടിച്ചു മാറ്റി എടുത്തല്ലോ എന്ന ചിന്ത വന്നിങ്ങനെ. എന്നാൽ ഇവന് കൊണ്ടുപോകുന്ന അബ്രഹാം ഭാരപ്പെട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അവറാച്ച ഭാരപ്പെടണം. അവറാച്ച തലപൊക്കും. തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും നോക്കൂ. ഇത് മുഴുവൻ അവറാച്ചന. അങ്ങനല്ലേ മോളെ വായിച്ചേ? 13:10 പെട്ടെന്ന് വായിക്കും. ഞാൻ ആ ഭാഗം പറയുമ്പോൾ മക്കളെ നിങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കണ്ടേ? 13:10 വായിക്കുന്നു. ആരെ? ഉൽപ്പത്തി പുസ്തകം 13:10 മോളെ വായിച്ചു. ഞാൻ ഓർത്താ ഭാഗം അറിയാന്ന് ഓർത്താ പറഞ്ഞത്. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമല്ല, നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെ ഗോമോരയെയും നശിപ്പിച്ചത് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രൈം ദേശം പോലെയും അത്ര ഫലപുഷ്ടമായ സ്ഥലമാണ്. നടത്തുവാക്യം വായിച്ച ലോത്ത് അബ്രഹാമിനെ യോർദാനരികെയുള്ള പ്രദേശമൊക്കെ അല്ല. 14-ാം വാക്യത്തിലുണ്ടല്ലോ, ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അങ്ങനെ വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കം. അവരാച്ച നീ തലേ ഭാരപ്പെട്ടിരിക്കാതെ തലപൊക്കി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കണം. പിന്നെ നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ഇത് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത ദേശമാകിയാൽ ഇതിന് വാഗ്ദത്ത നാടെന്ന് പേര്. അപ്പൊ എല്ലാം കൊണ്ട് നല്ല സുന്ദര സുലഭമായ നല്ല സ്ഥലമായിരുന്നു ഈ കനാൻ നാട്. ഏതൻ പർദീസ കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 സ്ഥലമാണ്. ഏതൻ തോട്ടം മെച്ചമല്ലയോ? ശ്രീവളങ്ങുന്ന തോട്ടമെന്ന കവി കൊടുത്തിരിക്കുന്നത്. നന്ദനം, ചൈത്രരഥ, പുരാണങ്ങൾ ഇവയ്ക്കൊന്നും മണികൂടാതുള്ള നല്ല സുന്ദര സുലഭന. ഇവിടെ ആംഗലേയ ദ്വീപ് പോലെ അങ്ങനെയുള്ള പദങ്ങളാണ് കൊടുത്തേക്കുന്നത്. ആംഗലേയ ദ്വീപ് ആംഗലേയ ദ്വീപ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്ഥലമായ ഏതൻ തോട്ടം. കേരവും ഗംഭീരവും ചെറുനാരകം കേരം അതെല്ലാം ഉണ്ടായിരുന്ന കവിയുടെ ഭാവന. കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുളി വേലയും നാഗരംഗമാകന്തം ആതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം അമ്പഴം ഉണ്ടായിരുന്നു, തേന്മാവ് ഉണ്ടായിരുന്നു, നാടൻ ഉണ്ടായിരുന്നു, മൂവാണ്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയാ വിളിച്ചുണ്ടായിരുന്നു? പിന്നെ ആമരങ്ങൾ ആമരാതകം ചെത്തിയും അത്തിവൃക്ഷം ജാലങ്ങൾ പീലുക്കളും പീലു കാപ്പി ഉണ്ടായിരുന്നു. ഗന്ധപുഷ്പങ്ങളെയും ജമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷധ്രുവവും സപ്തക്ഷതം സപ്തം 7 ക്ഷതം പാല 7 പാല. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി. ഓ അയാളിപ്പോ തെറിയും പറയാൻ തുടങ്ങി. അപ്പൊ ഒരാൾ അത് പണ്ടേ തെറി പറയുവാനില്ലല്ലോ. എന്ത് വേണം ഗൂസ്ബറി? ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി നെല്ലിക്ക. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറിയും ആപ്പിൾ വൃക്ഷങ്ങളേക്കും നൃട്ടിക്ക് രമ്യങ്ങളും ഭക്ഷിതങ്ങളുമായ സസ്യഗുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസുന്ന ആരാമത്തിൽ വെള്ളരി മുതലായ ഈ തള്ളയ്ക്ക് നന്ദയ്ക്ക് ആരാമത്തിൽ കൂടെ അങ്ങനെ നടന്നാൽ പോരായിരുന്നു. തള്ളയോടെ ഞാൻ ആരൊരു പറിച്ച് ആ ആപ്പിൾ കഴിച്ചാൽ തള്ള കുറച്ചുകൂടെ നന്നായിരുന്നു. ഗൂസ്ബറി എന്തെല്ലാം ഉണ്ടാണ്. എന്നാലും പാമ്പ് പറഞ്ഞപ്പോ തള്ള അതാരിങ്ങനെ കുത്തിയിരിക്കുന്നു. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നല്ല സുന്ദര സുലഭലമായ ദേശമാണ് കനാൻ ദേശം. ആ കനാൻ കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 സ്ഥലമാ. ഏതൻ തോട്ടം കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമാ കനാൻ. എല്ലാം വിവരിക്കുന്നില്ല. മോളെ വായിച്ച മോളെ 8-7 മുതൽ ആവർത്തനം 8-7 മുതൽ വായിച്ച കനാന്റെ പ്രത്യേകത മുമ്പേ വായിച്ച വാക്യം ഒന്നുകൂടെ ആവർത്തിച്ചു.
ആവർത്തിച്ച് വായിച്ചു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ച മോളെ. നല്ലൊരു ദേശത്തേക്കല്ലോ അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകും. പിന്നെ അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും. ഈ ദേശത്തിന്റെ പ്രത്യേകത എല്ലാം വിവരിക്കുന്നില്ല. ദേശത്തിന്റെ പ്രത്യേകത വെള്ളത്തിന് പഞ്ഞമില്ലെന്ന്. ഇഷ്ടം പോലെ വെള്ളമാണ്, ഇഷ്ടം പോലെ വെള്ളം, വെള്ളത്തിന് പഞ്ഞമില്ല. താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ വെള്ളമെല്ലാം നിന്നെന്ന്, വെള്ളവും നിന്നു, പിന്നെ അങ്ങനെ പലതും നിന്നെന്ന്. അച്ഛാ നിന്നിട്ടില്ല. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നെന്ന നിന്ന് പോയെന്നാ ജനങ്ങൾ എന്നാ നിന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നല്ലോ. ഞാൻ വിശദീകരിക്കുന്നില്ല, തർക്കത്തിന് ഞാൻ മുതിരുന്നില്ല. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? തർക്കിച്ചാൽ ഗുരുവും ശിഷ്യനും തർക്കിച്ച് എത്രയോ കൊല്ലം തർക്കിച്ച്. ഗുരു തർക്കിക്കുമ്പോൾ ശിഷ്യൻ അപ്പറേ തർക്കം. കാരണം ഗുരു ആറാട്ടുപുഴ മണപ്പുറത്ത് കണ്ടിക്കുമ്പോൾ ശിഷ്യൻ കുമ്മനാട് ഭാഗത്ത് നിന്ന് ഗുരു പറഞ്ഞു നിന്നടോ. അപ്പൊ ശിഷ്യൻ കുമ്മനാട്ട് എന്ന് പറഞ്ഞു നിന്നില്ല അച്ഛാ. മനസ്സിലായി കാണും. അപ്പൊ ഗുരു പറഞ്ഞു കടോര കൂടാരോ ക്രീ. അപ്പൊ ഗുരു പൂവത്തൂർ എന്ന് പറഞ്ഞ് അങ്ങനല്ല വ്യാഖ്യാനമൊക്കെ കൊടുത്തു. എന്നും കണ്ണനോ അവസാനം എനിക്ക് തോന്നുന്നത് കേജി കുര്യച്ചനാണോ കേജി തോമാച്ചനാണെന്ന് പറഞ്ഞ മാതി നിർത്ത്, രണ്ടുപേരും തോക്കുകയെന്ന് പറഞ്ഞു. കണ്ണ് കട്ടക്കട്ടയാ. എന്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നത്? നിന്നിട്ടില്ല അച്ഛാ. ഇതിപ്പോ നിൽക്കത്തുമില്ല. നിൽക്കുന്നതിന് മുന്നേ നീ രക്ഷിക്കപ്പെട്ടോണം. നിൽക്കുന്നതിന് മുന്നേ നീ ഇത് പ്രാപിച്ചോണം. ഇത് സൗജന്യമായി തരുന്നതാ. ദൈവത്തിന് മഹത്വം. തർക്കിക്കാനൊന്നും ഞാനാളല്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി ദൈവം തൃപ്തിപ്പെടുത്തും. ഇങ്ങനെ സങ്കീർത്തനകാലം പാടിക്ക് ഒരു നദി ഉണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യം കൊണ്ടത് കുലുങ്ങിപ്പോകയില്ല. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ആലയത്തിന്റെ ഉമ്മരപ്പിന്റെ കീഴെ ഒഴുകുന്നതായിട്ട് യഹസ്കേൽ വായിക്കുന്നല്ലോ. 1000 മുഴമുള്ള നെരിയാണിയോളം, പിന്നെ 1000 മുഴം മുട്ട്, പിന്നെ 1000 മുഴം അരളോളം, പിന്നെ 1000 മുഴം. അവൻ നീന്തിയിട്ട് കിടപ്പാൻ വഴിയാത്ത ആത്മനദി ഇന്ന് രാത്രി ആത്മനദിയിൽ അവൻ അത് പ്രാപിക്കാനാ ബഹുമാന്യ. എനിക്ക് തോന്നി ചരിത്രം അവിടെ അയ്യായിരിക്കൊണ്ട് വില്യമൂത്തല്ലയോ പാടിയത്? ഹേ രക്ഷയാ കടത്തീരത്തെ കണ്ടുവന്നാ പാടി അല്ലയോ? കടലേ ആ പാട്ട ഇച്ചിരി തെറ്റിയല്ലേ? നിങ്ങളെ രണ്ടുപേരും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ തെറ്റിച്ചു. നമ്മൾ രണ്ടും തെറ്റിച്ചു. നമ്മൾ രണ്ടും സമശിക്ഷാവിധിയില എന്നിട്ടും പഠിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അതെ, പെന്തിക്കോസുകാരത് പാടി കുളമാക്കി. എന്തിനാണ് മാറ്റം വരുത്തിയത്? എന്തിനാ മാറ്റം വരുത്തിയത്? അത് എന്തിനാണ് ഞാൻ ചോദിച്ചത്? നമ്മൾ പാടുന്ന വെച്ചാൽ തെറ്റാണ്. അവർ പാടിയാലും സ്തോത്രം. അദ്ദേഹം സുവിശേഷകൻ ദൈവദാസൻ ഇത് പ്രാപിക്കാനായിട്ട് ഞാൻ വിവരിക്കുന്നില്ല, ചരിത്രത്തിലോട്ട് പോകുന്നില്ല. നിന്നിട്ടില്ല. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ആഗ്രഹത്തോടെ വന്നവരെ ദൈവം നിറയ്ക്കും. ഇത് ആരുടെ കുടുംബസ്വത്തല്ല, ഒരു സഭയുടെയും സ്വത്തല്ല. അല്ല, ഇത് IPCയുടെയും ചർച്ചക്കോടിന്റെ കേന്ദ്രത്തിന് കൊടുക്കുന്ന സാധനമാണോ? ഇവിടെ പൊട്ടാ ഇത് ദേവലോകത്തിന് കൊടുക്കുന്നതല്ല, അന്ത്യോക്യന്ന് കൊടുക്കുന്നതല്ല, വത്തിക്കാനിന് കൊടുക്കുന്നതല്ല, കുമ്പനാട്ടിന്ന് കൊടുക്കുന്നതുമല്ല, പുനരൂന്ന് കൊടുക്കുന്നതുമല്ല. അത് സിയോകുന്ന മുളക്കുട അവിടുന്ന് കൊടുക്കുന്നത്. ഇത് ഉയരത്തിന്ന് വരുന്നതാ. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാത്രി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവം നിന്നെ നിറയ്ക്കും. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക.
കാര്യം പറയാൻ ഞാൻ നിനക്ക് പ്രയാസം. ഒന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പറഞ്ഞില്ല, നിങ്ങളുടെ അവിടെ നിന്നും വരുന്നില്ല. സ്തോത്രം. അതെല്ലാം രണ്ടുപേരോട് സംഭാഷിച്ചില്ല മണിക്കൂറുകളുള്ള യേശു അല്ലേ സഹോദരി? ഓ ശബരിയായില്ലേ അമ്മാമ? രണ്ടുപേരും എത്ര മണിക്കൂറാണ് സംസാരിച്ചത്? ഒരു പ്രശ്നവും ഉണ്ടായില്ല. നമ്മൾ 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, അടിയുടെ 6-ാം കാര്യം. രണ്ടുപേരും സംസാരിച്ചു. കർത്താവും വളരെ ബഹുമാനിച്ച ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു കുടിക്കാൻ. ബഹുമാനാകുന്ന നീ രണ്ടുപേരുടെ സംഭാഷണം തുടങ്ങി. എനിക്ക് പാട്ട് അറിയത്തില്ല, നിങ്ങൾ മോനറിയാം പാട്ട്? അപ്പൊ പറയാം, അതും തെറ്റിച്ചെന്ന് പറഞ്ഞ് പിന്നെ നിർത്തിക്കാനായിരിക്കും. കയറില്ല പാലയും ഇല്ല, പിന്നെ എങ്ങനെ വെള്ളം കോരും ജീവന്റെ ജലം എങ്ങനെ കിട്ടും, ജീവന്റെ ജലം എങ്ങനെ കിട്ടും. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളവും വാരി ഒരു പാത്രം. അയ്യോ നീയൊരുകൂടൻ ഞാനിപ്പോൾ സമരായ സ്ത്രീ, ഞാൻ കോരുന്ന വെള്ളം തൊട്ടാൽ നീണ്ടറില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ നീണ്ടറില്ലേ. അങ്ങനെ വിവരിക്കുന്നില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കുമെന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകും. കനാന്റെ പ്രത്യേകത താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശമാണ്. ഞാൻ പെന്തിക്കോസ്തുകാരോട് ഒരു കാര്യം പറയാം. പെന്തിക്കോസ്തുകാരല്ലാത്തവരും കേട്ടു. അവൻ മുമ്പേ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഞങ്ങളെ എല്ലാവരുടെയും കാര്യമല്ല, ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും ഗൂഢോത്രവും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ എന്ന് പറഞ്ഞ മറുഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമക്കളെ കൊണ്ട് ചേർന്ന് ഈ കോഴിക്കോട്ടിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവരണ്ട, കോയമ്പത്തൂരിൽ നിന്നും കൊണ്ടുവരണ്ട, കൊടൈക്കനാലിൽ നിന്ന് വരക്കണ്ട. അവൻ കാണാൻ വലിയ ചെലവൊന്നും ഞങ്ങളെ കണ്ടാലില്ല. ചിലപ്പോ കറുത്തായിരിക്കും, വെളിഞ്ഞായിരിക്കും, മൂക്കെന്ന് കണ്ണെ പോണ ഓട്ടോ പിടിക്കണം. ഇതുപോലൊന്നുമല്ല. ഇതുപോലെ ആരാധിക്കാനും ഒക്കത്തില്ല. തുടിച്ചാട്ട് ശക്തിയോടെ അയ്യമ്പാതൊക്കെ നല്ല പക്കി പറയും പോലെ. എടാ, ഞാനൊരു കാര്യം പറയാം. അവൻ രക്ഷിക്കപ്പെട്ടത് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ വലിയ കുടുംബക്ഷേത്രങ്ങളൊന്നും കാണത്തില്ല, വിദ്യാനിഗുണന്മാരും ഒന്നും ആയിരിക്കുകയല്ല. അവന് വലിയ മെച്ചമോ മേന്മയോ നന്മയോ ഒന്നും പറയാനൊക്കത്തില്ല ലോകപ്രകാരം. പക്ഷേ ആ വിചാരോ മന്ത്രവാദോ ക്ഷുദ്രോ ഗൂഢോത്രമുള്ള വീട്ടിൽ പാപം പിടിച്ച ദൈവമക്കൾ അങ്ങോട്ട് ചെന്ന് അവൻ സ്വന്തം മറ്റൊന്നില്ല മുഴങ്കാലം കൊണ്ട് മടക്കും. മടക്കി അങ്ങോട്ട് ഇരുന്ന് എന്റെ ഭാഷക പഴയ തമ്പേറായിരിക്കും. തമ്പേർ ഇവിടെ തമ്പേറിയാക്കാത്തോണ്ടായിരുന്നല്ലോ. ചോദിച്ചു നോക്ക്. ആ തമ്പേറുമൊക്കെ ഒന്ന് വെച്ച് അടിച്ച് അവൻ ആത്മാവിലൊന്ന് നിറഞ്ഞ് മറുഭാഷ പറഞ്ഞാൽ നിന്റെ സകല കെട്ടും പൊട്ടുമെന്നാണ്. ആ വിചാരത്തിന്റെ ശക്തികളെ നീ കളിക്കരുത്. കൂടോത്രം ചെയ്ത് ഞങ്ങളെ ഒതുക്കാൻ ചിന്തിക്കരുത്. ആഴ്ച അണ്ടം വരുമ്പോൾ നിന്നും ആ വിചാരത്തെ ഇത് നിന്നെ ഒതുക്കാൻ നോക്കരുത്. ഇത് തീക്കളിയാ, തീക്കളി. ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവനാടിന്റെ അന്ധകാരത്തിന്റെ കോട്ട അറിയട്ടെ. ദേശാഭിമാനിയുടെ ശക്തികൾ ദേശത്ത് കുടിയിരിക്കുന്ന വ്യാപാരത്തിന്റെ പോലെ വീരനെ ചെയ്തത്
രാത്രി ദൈവാത്മാവ് അഭിഷേകിക്കും. ഈ രാത്രി സകല ശത്രു പ്രവർത്തിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതലിനെ എല്ലാ സൗഖ്യങ്ങളും ഞാന് 9:30 ആയതുകൊണ്ട് അത് നിർത്തുക. പ്രസംഗത്തിന്റെ മുഖവരെ ആകത്തേ ഉള്ളൂ. 9:30 മതി. ദൂരെയൊക്കെ പോകേണ്ടവരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുക. പ്രസംഗം നിർന്നിട്ടല്ല, പ്രസംഗത്തിന്റെ മുഖവരെ ആയതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ഇത് ഇന്ന് നാളെ മറ്റന്നാളും പറഞ്ഞാലും തീരാത്ത, ചുമ്മാ തീരാത്തെന്ന് പറയില്ല, അതിനുണ്ടല്ലോ. സ്തോത്രം. മതി. ഈ ദേശത്തെ ദൈവം വിടിവിക്കും. ആത്മാക്കളെ ദൈവം വിടിവിക്കും. രോഗികളെ സൗഖ്യമാക്കും. നിരാശർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കും. യേശു നമ്മുടെ സമാധാനമാണ്. നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം. പിന്നെ കോതമ്പും ഏവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവുമുള്ള ദേശം. ഒരു വൃക്ഷവും തേനുമുള്ള ദേശം. കൊന്നിട്ട് മെച്ചമാണ്. സുഭിക്ഷമായ ഉപജീവനം കഴിയാം. മുന്തിരിയൊക്കെ കഴിച്ചു കഴിയുമ്പോ മട്ടങ്ങ് മാറും. അതിലെ പറഞ്ഞ മുന്തിരിയുടെ നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്നെ തണുപ്പിക്കണം. ഇത് ശക്തീകരിക്കുന്നതാ മുന്തിരി. ഈ ഊമം തെറ്റിയിരിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ കഴിച്ച് ഇതിന്റെ സകല ഞരമ്പും പ്രശിക്കും. അത്തി ഉണ്ടെന്ന്, അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാണ്. അത്തിപ്പടക്കെട്ട് കൊണ്ട് ആ പരുവക്കാടി കിടന്നവന്റെ മരുന്നിൽ പുരട്ടിയപ്പം അവന്റെ ആടി ഇടുന്നത്. ഇത് രോഗശാന്തി. ഇതിനകത്ത് വന്ന രോഗശാന്തി ഉണ്ട്. ഇത് ഉപദേശിമാരും കൊടുക്കുന്ന നല്ല രോഗശാന്തി. ഒരു ഉപദേശി പ്രാർത്ഥിച്ചാലും രോഗസൗഖ്യമാകില്ല. യേശു അത്ഭുതം ചെയ്യണം. രോഗശാന്തി വരപ്രാപ്തന്മാരായിരിക്കും. അയാളെ നമ്മുടെ ആശുപത്രി കിടക്കുക. വരപ്രാപ്തന്റെ വണ്ടിക്കകത്ത് മുഴുവൻ മുഴുകിയാണ്. ഇതേതാ? അത് പ്രഷറിന്റെ, ഇതോ അത് കൊളസ്ട്രോളിന്റെ, ഇതേതാ അത് ഷുഗറിന്റെ, പിന്നെ ഇതന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നത്. അങ്ങനെ രോഗശാന്തി. പിന്നെ ഓരോരുത്തരെ ദൈവം ആയുധമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ മകത്വം. ഈ ഇതിനകത്ത് വന്ന രോഗശാന്തി ഉണ്ടെന്ന്. അങ്ങനെയല്ലേ പെന്തിക്കോസ് വളർന്നത്. പെന്തിക്കോസ് അങ്ങനെ വളർന്നത്. അല്ലാതെ രാജ്യം എടുക്കുകൊണ്ടോ പണത്തിന്റെ പ്രതാപം കൊണ്ടോ കുടുംബ നേട്ടം കൊണ്ടൊന്നും വളർന്നില്ല. വിശ്വാസമുള്ളവരുണ്ട് അതിനകത്ത്. പേപ്പട്ടി കടിച്ചിട്ട് പോലും മരുന്നെടുത്തില്ല. കളിച്ച വട്ടിയത്ത് കുറച്ചു. കൊച്ചമ്മ എത്ര നാൾ ജീവിച്ചിരുന്നു? കൊച്ചമ്മ പേപ്പട്ടിയൊക്കെ കളിച്ചുകൂടിയാ പോയിട്ടുണ്ട്. മൂർഖമാപത്തി എത്ര എണ്ണം ഉണ്ട്? മരുന്നൊന്നും എടുത്തില്ല. പ്രാർത്ഥിച്ച് ദൗത്യമായി നമ്മുടെ തേക്കടി സെൻട്രൽ പാർട്ടിയുടെ ഭാര്യ ചെല്ലമ്മ കൊച്ചമ്മ, അയ്യോ അത് വളരെ മരുന്നൊന്നും എടുത്തില്ല. നാളെ ഞാൻ സഭയെ സാക്ഷി പറഞ്ഞതാ. അവരെ കവലത്തിൽ നിന്ന് കോട്ടയം ടൗണിലെ ഈ കാലങ്ങ് പോയപ്പം ഒരു അവിടെ നിറണം തുടങ്ങി ഇപ്പറേ വന്നു. എന്നാ ചെയ്യാൻ കളിക്കൂടാൻ പറ്റുള്ളൂ. അവിടെ കടന്നു.
പിന്നെ പെട്ടെന്ന് ആൾ കൂടി ചുമതലപ്പെട്ടവരെ വന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് സമയം ഒത്തിരി എടുത്തു. തുരുമ്പ് പിടിച്ച കമ്പിയല്ലേ, കട്ട് ചെയ്തെടുത്ത് മരക്കുകയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു, വേദനിച്ചില്ല. കൊച്ചമ്മ എന്നോട് പറഞ്ഞതാണ്. പിന്നെ അവിടെ ഒരു പരുവത്തിന് കിടന്നു. അപ്പൊ ആൾക്കാർ പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജ് വള്ള പറഞ്ഞ് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ അവർക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അല്ല പറഞ്ഞ ഭ്രാന്ത് പോയടാ, എൻ്റെ ഭ്രാന്ത് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് പോയി, എനിക്ക് മരുന്ന് വേണ്ട. അന്നേരം ആരാണ് പറഞ്ഞ അവരോട് കണ്ടത് ആകട്ടെ നിനക്ക് എന്നാ അത്ര ദീനം വന്നു. പിന്നെ നാളെ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, ആരെങ്കിലും ആ കടയിൽ നിന്ന് ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ചു തരാമോ. ആരോ കരുണയുള്ള ഒരുത്തരുണ്ടായിരുന്നു, എന്ന് വെളിച്ചെണ്ണ മേടിച്ചു. അല്ല കൈ വെളിച്ചെണ്ണ എടുത്ത് സ്തോത്രം ചെയ്തു. സ്തോത്രത്തിന് അക്കരി കൊണ്ട് കേട്ടോ. നീ പറയുന്ന സ്തോത്രം പോലെ അതിനൊന്നും അക്കരി ഇല്ല. നീ സൈക്കിളിന് കാറ്റടിക്കുമ്പോ പിന്നെ വ്യാജി ചപ്പും. നീ എന്നാ ചപ്പാൻ ചപ്പി ഒരു പരുവത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിരിക്കുക. നല്ല പേടിച്ചിന് പോലെ സ്തോത്രം പറയണം. പെണ്ണക്കൊച്ചമ്മ എണ്ണയെടുത്ത് സ്തോത്രം ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു. ആ മുറിവിനകത്തോട്ട് ഒഴിച്ചു, രണ്ട് കൊളയ ഓടിച്ചു. കച്ചമുറി കീറി കെട്ടാൻ പറഞ്ഞു. ആ രണ്ട് പിള്ളേർ കണ്ണുള്ളവർ കെട്ടി ഒരു ഓട്ടോയിൽ കയറി പാലമുട്ടിൽ പാസ ഇട്ടി ഉപദേശം എടുക്കാൻ വന്നു. അപ്പച്ച തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റിക്കാകും, കുടുംബമുള്ള കമ്പിയല്ലേ. അമ്മ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ചെന്നപ്പോ തള്ള എഴുന്നേറ്റ് നിന്ന് ഫുള്ളൊന്നും ഒരു കുഴപ്പവും വന്നില്ല. ഇതാ പെന്തിക്കോസ്. ഞാനിപ്പോ ഒരനുഭവം പറയാം, നിങ്ങൾക്ക് ഇതുപോലെ 100 അനുഭവങ്ങളുള്ളവരാ, അനുഭവിച്ചിട്ടുള്ളവരാ ഇവിടെ ഇരിക്കുന്നത്. കാശിന്റെ വലിപ്പം കൊണ്ടല്ല, വിശ്വാസം. അതാ പെന്തിക്കോസ്. ഇതിനെ തകർക്കാൻ നോക്കുന്നവർ തകരുന്നതല്ല, അതിനൊരു ഭംഗം ഉണ്ടാകത്തില്ല. ഇത് ആത്മശക്തിയാണ് പണിയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി രോഗശാന്തി കൊണ്ടെന്ന് ഉമ്മാവെള്ളം മരുന്നെല്ലാം കൂടെ മേടിച്ച് ഇതിന്റെ ബിസിനസ് അല്ലേ, നിങ്ങൾ റോഡിലുള്ള പരസ്യമാണ്. സകല ഹൃദയം എങ്ങോട്ട്? പിന്നെ നമുക്ക് ഹൃദയം ഇല്ലാത്ത കൊണ്ട് പോകണ്ട, കാരണം ഹൃദയം കർത്താവിന് 80 ഉമ്മണി സാറിന് കാലത്ത് കൊടുക്കുന്ന ഹൃദയം, സകല ഹൃദയവും. റോഡിലൊക്കെ നിങ്ങൾ മുഴുവൻ പരസ്യമല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഇത് ബിസിനസ് ആയതുകൊണ്ട് ആശുപത്രിക്കാർ ഇങ്ങോട്ട് വിളിക്കുക, തിങ്കളാഴ്ച വരുമല്ലോ, ഇങ്ങോട്ട് വിളിക്കുക. പിന്നെ എല്ലാം പാക്കേജ്, ചുമ്മാ ഇരിക്കുന്ന ബേബിയും പോവുക. പരിശോധിക്കാം. ഇത് നിനക്ക് ഇവിടെ ഞാൻ ഓത്രം പറഞ്ഞാൽ പോരെ. ഈ ഫോണിനെയൊക്കെ പരിശോധിച്ചാൽ എന്തെങ്കിലും കാണുകയല്ലേ. എന്നെ ഇപ്പൊ കൊണ്ട് പരിശോധിച്ചാൽ ഒരു 10 ലക്ഷത്തിന്റെ എങ്കിലും കാണും രോഗം. ഇന്നത്തെ രീതി അനുസരിച്ച് ഈ അമ്മാമ്മയ്ക്കും കാണും ഒരു 5 ലക്ഷത്തിന്റെ ഉണ്ടെങ്കിൽ. പിന്നെ ഉണ്ട് നിങ്ങളുടെ ഇരിപ്പ് കാണാൻ പറഞ്ഞു രോഗക്കാരൻ ഒരു 4-5 ലക്ഷത്തിന്റെ ഒക്കെ 5 അല്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവ പറഞ്ഞ ആശുപത്രി പോകുമ്പോഴും കാശില്ല. എന്നോട് പറഞ്ഞ നീ നാളെ എന്നോട് പറഞ്ഞതാ. ആര് പറഞ്ഞു? നീ എന്നോട് പറഞ്ഞ കള്ള. എന്നോട് പറഞ്ഞ പപ്പായ്ക്ക് ആശുപത്രി പോകുമ്പോഴും കണ്ണാ നോക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗമുള്ളവരാണ്. ഒരു 10 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ ഒക്കെ ആ രോഗം ഉണ്ടെന്ന്. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന്റെ മർമ്മം എന്നാന്നല്ലോ, നീ സ്തോത്രം ചെയ്യുന്നത് കൊണ്ടാണ്, നീ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ നിന്റെ മിടുക്കുകൊണ്ടല്ല, നിന്റെ ഭക്ഷണത്തിന്റെ ക്രമം കൊണ്ടൊന്നുമല്ല, ജീവിതത്തിന്റെ ചിട്ട കൊണ്ടൊന്നുമല്ല. ദൈവമക്കൾ ഒന്നിച്ചുകൂടി സ്തോത്രം ചെയ്യുന്നത് കൊണ്ടാണ്, നീ അന്യഭാഷ പറയുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രി, യേശു നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി, യേശു നിന്നെ വിടുവിക്കുന്ന രാത്രി. അതവന്റെ ദുരപരപടമല്ല, ദുരിതപരപടമല്ല, ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ കുറിച്ചത്. ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. ഓ ബോധമുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മേതലമുണ്ട്, ഒലിവുണ്ട്, തേനുണ്ട്. ഇത് നിനക്ക് വിടുതൽ തരുന്നതാ. ഈ മാർഗത്ത് വന്നതാ ഭാഗ്യം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയട്ടെ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്ത് വന്നേ. അമ്പലത്തിൽ പോയി വീട്ടിലോട്ട് വരുമ്പോഴാണ് ഒരു വീടിന്റെ മുറ്റത്ത് യോഗം രക്ഷിക്കപ്പെടുന്നത്. യേശു എന്നെ രക്ഷിച്ചു. എനിക്ക് രോഗശാന്തി എന്റെ കർത്താവ് നൽകി. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ദൈവം നിർത്തി. ദൈവത്തിന്റെ കൃപയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇനി അപേക്ഷിക്കുന്ന പ്രാർത്ഥന.
ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായിരുന്നു. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇറങ്ങത്ത് വെച്ചത് മണ്ടത്തരമാണ്. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുക. എനിക്ക് സൺഡേ സ്കൂളൊന്നും പഠിക്കാനൊത്തില്ല. സ്തോത്രം. എനിക്ക് നേരത്തെ വരാനൊത്തില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഒന്നുകൂടെ തെളിച്ചങ്ങ് പറയാം. രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് അവൻ നമ്മളാലാവും വിധം വിശുദ്ധ ജീവിതം നയിക്കുക. എനിക്ക് ഇന്ന് വരെ തോന്നിയിൽ ഇതിനകത്ത് വന്നത് അബദ്ധമായെന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല പെന്തിക്കോസ് വളരെ മണ്ടത്തരമാണ്. ഞാൻ പെന്തിക്കോസുകാരനായതിൽ വളരെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ആളാണ്. എനിക്ക് അഭിമാനമാണ്. അതെ അതെ, സ്തോത്രം. ചെറിയ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്നെ കണ്ടാലും ചിലർക്ക് അറിയാം. സ്തോത്രം. പെന്തിക്കോസാന്ന് പറഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. എന്റെ ശൈലി പറയുക, പ്രമാണവിധാനം രക്ഷിക്കപ്പെടില്ല. ദൈവം എന്നെ ഭാഗ്യം നൽകി. നിരാശപ്പെടരുത്. തളർന്ന് ഈ വിടുതൽ അനുഭവിച്ച ദൈവമൈതലാണ്. കർത്താവ് ഇതുവരെ നിന്നെ നടത്തി. അല്പസമയങ്ങളെല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അത്രയും സമയം എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി. ഈ പ്രസംഗത്തിന്റെ മുഖവര പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുവദിച്ച പിന്നീട് എന്തായാലും എവിടെ വെച്ചാലും മാറ്റി നമുക്ക് ചിന്തിക്കാനും അയവറക്കാൻ അവസരം ദൈവം തരട്ടെ. ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും ഷിനുവായിട്ടുള്ള ആ ഇരിപ്പ് വശം അനുസരിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് ഇപ്പോഴല്ല, എപ്പോഴും അങ്ങനെ തന്നെ. വീട്ടിൽ വെച്ചു അദ്ദേഹം ആമൻ സ്തോത്രം. എനിക്ക് വേണ്ടപ്പെട്ടയാളാ വിശേഷിച്ച് യോണച്ചായന് ആമൻ സ്തോത്രം. എനിക്ക് ഷിനുവിനോട് ഒരു ബഹുമാനം. ഞാൻ ചില പോരാട്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയപ്പോൾ കൂടെ നിന്ന ഒരാളില്ല ഒന്നാണ്. എന്റെ ഭാഷ പറഞ്ഞ കട്ടക്കട്ട നിൽക്കുകയായിരുന്നു. ദൈവം തന്നെ അങ്ങനെ ജയിക്കട്ടെ. ദൈവത്തിന് കല്യാണം കഴിക്കണം. പിന്നെ അങ്ങനെ ഇവരെല്ലാം കാണാൻ കളിച്ച് നടക്കരുത്. ഈ തന്തയും ചാകും, ഈ തള്ളയും ചാകും. മിണ്ടായിരിക്കണം. പിന്നെ ഇത് പറയാതെ ഈ ദേശത്തിന് അറിയില്ല പറയുന്നത്. ഈ കല്യാണം കഴിച്ചില്ല നീ അങ്ങനെ മറ്റു കുട്ടിയാണെന്ന് കാര്യം നടക്കുകയാണ്. ദൈവത്തിന്റെ മകത്താൽ ദൈവം തന്നെ അനുഗ്രഹിക്കും. ഒരു ദോഷവും വരികയല്ല. ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അന്ത്യകാലം പെന്തക്കോസ്തിന്മേലയാണ് അന്ത്യകാലം സ്വന്തം നാട്ടിൽ നന്ദി. ഒരു 2 മിനിറ്റ് ഒന്ന് നിങ്ങൾ എടുക്കാൻ ഞാൻ ഒരുങ്ങിയതല്ലേ. ഒന്ന് എഴുന്നേറ്റു. 2 മിനിറ്റ് ഇറങ്ങി പോകരുതേ. 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ്. ഒക്കുന്നെങ്കിൽ ആവുന്നുണ്ടെങ്കിൽ ആ 2 കാര്യങ്ങൾ ഒന്ന് വീശി അല്പസമയം ദൈവത്തെ സ്തുതിക്കും.